സാർ. ഓക്കെ, വളരെ സന്തോഷം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ മീറ്റിങ്ങിൻ്റെ ഒരു പ്രാധാന്യം, ബിസിനസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ട് അതെല്ലാം മാറ്റിവെച്ച് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാനും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ വോയിസ് ഓഡിബിൾ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ഓടിയോളൂ സാർ. ശരിക്കും ബിസിനസ്സിന് പ്രാധാന്യം ഇല്ലെങ്കിൽ മോർണിംഗ് മീറ്റിലേക്കൊന്നും വരില്ല. ഏത് മീറ്റിങ്ങിലേക്കാണെങ്കിലും അതിൻ്റെ ഒരു പ്രാധാന്യം ഉള്ളിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റിവെക്കൂ. ജീവിതത്തിൽ ഞാനും എന്നെ എല്ലാവർക്കും അറിയാം, ഏകദേശം ആളുകൾ കണ്ടിട്ടുണ്ടാവാം. GT സെൻറ്ററിലൊക്കെയാണ് കണ്ടിട്ടുണ്ടാവുക. പല സമയത്തും ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഐഡിയ അടിച്ചിട്ട് പോലും 2 വർഷക്കാലം ലേറ്റായ ആളാണ്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ആളുകളൊക്കെ ഐഡിയ അടിച്ചിട്ട് എത്ര സമയം ലേറ്റ് ആക്കിയിട്ടുണ്ട്? ID ഡേറ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അറിയാം. മൈ ലൈഫിൻ്റെ പ്രത്യേകത, ID ഡേറ്റ് പോലും കളവ് പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന സമയത്ത് വന്നു. ബിസിനസ്സിൻ്റെ പ്രാധാന്യം എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിനൊന്നും ID ഒരു വില ഉണ്ടാവില്ല. നമ്മുടെ അക്കൗണ്ട് നമ്പർ, പാസ്ബുക്ക് അക്കൗണ്ട് നമ്പർ ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പാസ്ബുക്ക് എവിടെ ഇരിക്കുന്നത് പോലും ഓർമ്മ ഉണ്ടാവില്ല. ചെക്ക് ലീഫ് ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും. ചെക്കിന് എന്തോ ഒരു പേടിയായിരിക്കും. ചെക്ക് ലീഫ് അതിനൊരു പ്രാധാന്യം ഉണ്ടാവും. അതുപോലെ ഈ മീറ്റിംഗ് ID ഒന്നും നമ്മൾ ഈ പറഞ്ഞ കമ്പനിയുടെ മൈ ലൈഫിൻ്റെ ID പോലും പലർക്കും അറിയ പോലും ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് എത്തുമ്പോഴാണ് ഇതൊക്കെ മനസ്സിനുള്ളിലേക്കും ഹൃദയത്തിനുള്ളിലേക്കും ഒക്കെ നമ്മൾ എത്തിക്കാറ്. പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആശയം. ഞാനിതിലേക്ക് ID അടിച്ച് 2015 ഓഗസ്റ്റ് 18. അന്ന് കേരളത്തിലെ ID അടിക്കാനുള്ള ഓപ്ഷൻ ഈ കമ്പനിയിൽ ഇല്ലായിരുന്നു. കേരളം സംസ്ഥാനം ഈ കമ്പനിയിൽ ഇല്ലാത്ത സമയത്താണ് ഞാൻ ID അടിക്കുന്നത്. അതൊരു ബന്ധം കൊണ്ട് മാത്രമാണ്. നമ്മുടെ ലീഡർ, എൻ്റെ മെൻറ്ററും സ്പോൺസറും ലീഡറും എല്ലാം ഒരാളാണ്, നമ്മുടെ ബെൽനി സാറ്. അദ്ദേഹത്തിലുള്ളൊരു വിശ്വാസം, ബന്ധം കൊണ്ട് മാത്രമാണ് രണ്ടാമതും ഒന്നും കേൾക്കാതെ ഇതിന് തടസ്സം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ID അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബെൽനി സാറിനൊന്നും ID അടിക്കാൻ അറിയില്ല. ബെൽനി സാറിൻ്റെ സ്പോൺസറായ അനീഷ് ബാബു സാറിനോട് ID അടിക്കാൻ പറഞ്ഞു. അങ്ങനെ ID അടിച്ചു. ഒരു കാര്യം അറിയാതെ ഞാൻ വളരെ അന്ന് തിരക്കിലായിരുന്നു. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ആയിരുന്നു. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിൻ്റെ മാനേജിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും. അവിടുന്ന് അടുത്ത പോസ്റ്റിലേക്ക് സോണൽ മാനേജർ റാങ്ക് ലിസ്റ്റിലുണ്ട്. എൻ്റെ ഒരു ലക്ഷ്യം അതായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് നിയമം ആവാൻ വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. ഞങ്ങളൊക്കെ ഭയങ്കര ആത്മബന്ധങ്ങളാണ്. ഏത് സമയത്തും എന്ത് പറഞ്ഞാലും ഒരു ബന്ധം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്. ഇപ്പോൾ 2015 ജൂലൈ 29 ഈ മേഖലയ്ക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആശയത്തിന് തടസ്സം ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള തടസ്സം മാറിയത്. ഗസറ്റ് വിജ്ഞാപനം ശരിക്കും അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം ശരിക്കും, കേട്ടോ. നമുക്ക് ഇതിനെപ്പറ്റി ഒരു ബിലീഫ് ഉണ്ടാവണമെങ്കിൽ. അതുവരെ 2011 തൊട്ട് എനിക്ക് തോന്നുന്നു 2011 ഏപ്രിൽ മാസം തൊട്ടാന്ന് തോന്നുന്നു, 2015 ജൂലൈ 29 വരെ കേരളത്തിൽ ഈ സാധനം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടില്ല. അങ്ങനെ ഒരു പ്രയാസം ഇതിനുണ്ടായിട്ടുണ്ട്. അത് പലരും അറിയണ്ടാവില്ല. ഒരു മേഖലയിൽ നിയമം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇന്ത്യ രാജ്യത്ത് നമുക്ക് നിയമം അനുസരിച്ചല്ല ചെയ്തെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും ഭവിഷ്യത്തൊക്കെ നമ്മൾ അനുഭവിച്ചേ മതിയാവും. അവിടെ നമ്മുടെ വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ നികുതി ഷീറ്റ് കൊണ്ട് പോയിട്ട് കാര്യമില്ല, ജാമ്യം കിട്ടേ. ഇതിൻ്റെ ഗുണവും ദോഷമൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്.
എൻ്റെ ജീവിതത്തിൽ ശരിക്കും പേടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ അബ്ദുൽ കരീം സാറൊക്കെ അതിൻ്റെ ഒരു ആളായിരിക്കാം. ഇതിൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെ അനുഭവിച്ച് കുറേ ലീഡേഴ്സ് ഉണ്ട് ഇതിലൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആ വിഷമം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചേ മതിയാവും. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ആണ് ജനിച്ചതെങ്കിൽ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ആണെങ്കിൽ അതിൻ്റെ വിഷമമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ലെവലിൽ ജനിച്ച ആളാണ് ഞങ്ങളൊക്കെ. അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ അനുഭവിച്ചു. ഇതിനു വേണ്ടി ട്രേഡ് യൂണിയൻ വന്നു. ട്രേഡ് യൂണിയൻ എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും അതിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ പോലും നമ്മളൊന്നും പോകാറില്ല. ആ ട്രേഡ് യൂണിയൻ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ഈ ഒരു മേഖലയെ പറ്റിയുള്ള ബോധമുണ്ടായി. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒരു മേഖലയിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്താണല്ലോ, പ്രതിസന്ധി ഉള്ള സമയത്ത് നമ്മളെ കൈപിടിക്കുന്ന ആൾക്കാർ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഒരു മേഖലയിൽ ഞങ്ങൾ വളർന്ന് മുകളിൽ നിന്ന് താഴത്ത് വീണ ആളുകളാണ്. അപ്പോൾ ആ സമയത്താണ് ട്രേഡ് യൂണിയൻ വരുന്നത്, ഫോം ചെയ്യുന്നത്. ആദ്യത്തെ ട്രേഡ് യൂണിയൻ വന്നത് AITUC ആണ്. CPIയുടെ കാനം രാജേന്ദ്ര സാർ, അദ്ദേഹം നമുക്ക് വിട്ടുപോയി. പിന്നെയാണ് INTUC വന്നു. CIT പിന്നെയാണ് വന്നത്. CIT ഒക്കെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനങ്ങളൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത് അവർ പറയുന്നത്, ഞങ്ങൾ വിചാരിച്ച ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബാഗും തൂക്കി പോയിട്ട് ആളുകളെ കൻവാസ് ചെയ്യുന്ന എന്തോ ഒരു പരിപാടിയാണ് എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അവിടെ ഇളമനം കരീം സാർ പോലും പറഞ്ഞിട്ടുണ്ട്, അതല്ല, ഇത് ഏറ്റവും കൂടുതൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നത് രാഷ്ട്രീയക്കാരാണ്. ഞങ്ങൾ കുടുംബത്തിനെ പോലും നോക്കാതെയാണ് സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ സമയം മാറ്റിവെക്കാറ്. ഒരു സമയം നോക്കാതെ, അതിലപ്പുറം അതിനേക്കാളും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ജീവിതം മൊത്തം മാറ്റിവെച്ച ആളുകളാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് ആളുകൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആളുകൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിങ്ങനെ ആളെ പിടിക്കുന്ന ഇതൊരു സംഭവം അല്ല എന്നും, ഇത് ലോക രാജ്യങ്ങളിൽ ഏറ്റവും വലിയ, രാജ്യത്തിന് ഏറ്റവും വലിയ പുരോഗതി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണെന്നും ടെക്നോളജി ആണ് അതിൻ്റെ ഗുണമെന്നും ഇതൊക്കെ മനസ്സിലാക്കിയതാണ് ഈ ഒരു മേഖലയ്ക്ക് ട്രേഡ് യൂണിയനൊക്കെ എല്ലാവരും സീരിയസ് ആയത്. AITUC, BMS, STU, അങ്ങനെ 6 തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് കൂടി സമരം ചെയ്തു. തിരുവനന്തപുരം, നിരാഹാരം, രാജീവ് മാർച്ച്, പാർലമെന്റ് എവിടെയായിരിക്കുന്നത്? കോഴിക്കോട്, തിരുവനന്തപുരം നല്ലല്ലോ, ഡൽഹിയല്ലേ? ആ, അതിനു വേണ്ടിയൊക്കെ സമരം നടന്നു. അടിയും പിടിയും പ്രശ്നങ്ങൾ. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് 2 വർഷക്കാലം അങ്ങ് പോയി. 2011 ഫെബ്രുവരി 14 കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞു 2ാമത്തെ മാസം മുതലാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. ഒരിക്കലും നമുക്കറിയാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആശയത്തിൽ ഈ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ആളുകൾ, ഒരാൾ പോലും ഇതിനെ ഇഷ്ടപ്പെട്ടു വന്നതായിരിക്കില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആശയത്തിൽ ഞാൻ വരുന്നത് ശരിക്കും 2006. ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്, എന്നെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്, അന്ന് തിളയ്ക്കുന്ന പ്രായമാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഇത് ചെയ്താൽ പെണ്ണ് കിട്ടാണ്ടായി പോകും എന്നാണ് എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ ചെയ്യാതിരിക്കുക. ആ പേടിയെ പോലും മാറ്റി വിജയിച്ച് മോള് കയറിയിട്ട് ഒരു പെണ്ണെ കണ്ടിട്ടുള്ളൂ. ആ പെണ്ണിനെ പോലും കല്യാണം കഴിക്കുന്ന ലെവലിലേക്ക് വളർച്ച എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ. അങ്ങനെ വിപ്ലവം ഉണ്ടാക്കി, നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കി. എൻ്റെ ചെറിയ പ്രായത്തിൽ 24-25 വയസ്സാകുമ്പോഴേക്ക് ഞാൻ കാറിലേക്ക് മാറിയിട്ടുണ്ട്. റോയൽറ്റി അച്ചീവർ ആയിരുന്നു. 4 വിദേശ രാജ്യം, അന്ന് ഞാൻ ടൂർ പോയിട്ടുണ്ട് മാനേജിൻ്റെ ഒപ്പം. വിദേശ ടൂറാണ്. ഇവിടെ നമ്മുടെ നാട്ടിലും മറ്റ് സ്റ്റേറ്റിലും അല്ല, ഗോവ മുതൽ അങ്ങനെയുള്ള അത് കൂടാതെ. അങ്ങനെ മുകളിൽ നിന്നാണ് ഈ ഒരു പ്രതിസന്ധി വന്നത്. അപ്പോൾ 2 വർഷക്കാലം സമരത്തിന് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ജോലിക്കൊന്നും പോയിട്ടില്ലെങ്കിൽ, ഭാഗ്യത്തിൽ കല്യാണം കഴിഞ്ഞുകൊണ്ട് അവളെ ഗോൾഡ് ഏകദേശം പരിപാടി തീരുമാനമായി. അങ്ങനെ ഒരു പ്രതിസന്ധിയൊക്കെ, വല്ലാതെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ഏറ്റവും കൂടുതൽ ദോഷങ്ങളായി വന്നു. സമൂഹത്തിൽ നമ്മളൊരു വിപ്ലവം ഉണ്ടാക്കിയിട്ട് മോള് താഴത്ത് വീണാൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ,
നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് ഈ സാമ്പത്തിക മാന്ദ്യം വന്നില്ലായിരുന്നോ? അമേരിക്ക രാജ്യത്ത് പോലും ഷെയർ ഇടിഞ്ഞു പോയി മൊത്തം പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത LICയിലുള്ള ആളുകൾ പോലും പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. നാട് വേണ്ട അവസ്ഥയൊക്കെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ നീന്തി കിടക്കാൻ എളുപ്പമല്ല. ആ സമയത്ത് നമ്മൾ വിപ്ലവം ഉണ്ടാക്കിയിട്ടാണ് മുകളിൽ കയറിയെങ്കിൽ ഈ അസൂയ കുശുമ്പൊക്കെ ഭയങ്കരമായിരിക്കും. 24-25 വയസ്സാകുമ്പോഴേക്ക് സ്വന്തം കാറിലേക്കൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ കുടുംബക്കാരും സ്വന്തക്കാരും ഒക്കെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ആണ്. ഒരിക്കൊന്നും നടക്കാത്ത കാര്യം നമ്മൾ ചെറിയ പ്രായത്തിൽ സാധിച്ച് കാണിച്ചു കൊടുക്കും. അതും മാത്രമല്ല, കാറെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും കാറിലാണ് പോവുക. അതൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടില്ല ആളുകൾക്ക്. അന്നത്തെ കാലം ഇന്ന സമയത്ത് ഇന്ന് കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ മേടിക്കാൻ മത്സ്യം മേടിക്കാൻ പോകുന്ന കാര്യം കാറൊക്കെ മേടിക്കുന്ന ആൾക്കാർ. അന്ന് അങ്ങനെയല്ല, ആർക്കും വണ്ടിയേ ഇല്ല. അങ്ങനെ വിപ്ലവം ഉണ്ടാക്കി നാട്ടിൽ മാറ്റം കാണിച്ചു കൊടുത്ത് വിജയിച്ചൊരു മേഖല, ഒരിക്കലും ഒരാൾ പോലും അനുകൂലിക്കാത്തൊരു മേഖലയിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാരും നമ്മുടെ സ്വന്തക്കാരും എല്ലാവരും അംഗീകരിക്കേണ്ടി വന്നു. എൻ്റെ നാട്ടിലൊക്കെ എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരെ പോലും നമ്മൾ പഠിപ്പിക്കുന്ന ലെവലിലേക്ക് മാറി, അത്ര ലെവലിലേക്ക് അങ്ങ് വളർന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് താഴ്ത്തു വെക്കുന്നത്. അപ്പം സംഭവം സന്തോഷമായിരിക്കുമല്ലോ അല്ലേ? കുടുംബക്കാർക്ക് സ്വന്തക്കാർക്ക് അടിപൊളിയായിരിക്കും. ശരിക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രാർത്ഥന ഭയങ്കരമായിരുന്നു, ഇതൊന്നൊന്ന് നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നല്ലേ. കാരണം എൻ്റെ ജ്യേഷ്ഠനൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് കാറൊക്കെ ഇറക്കിയത്. ഇദ്ദേഹം ഹെൽത്തിലായിരുന്നു, ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. ഇങ്ങനെയൊക്കെ സർക്കാർ ജോലിക്കുള്ള ഒരാളൊക്കെ ഇത്ര ലെവലിൽ നെറ്റ്വർക്കിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ടീച്ചേഴ്സിൻ്റെ മക്കളൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിരിക്കും. അപ്പോൾ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് താഴത്ത് വീണ് മുകളിൽ നിന്ന് ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുക എന്ന് പറയും. അപ്പം മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുക, നട്ടല് പോയാൽ അതിൻ്റെയൊക്കെ വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നിയമ തടസ്സമൊക്കെ മാറിയിട്ട് പോലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ആശയത്തിനൊന്ന് നിയമം വരണേ, നിയമം വരണേ, നിയമം വരണേ എന്നാണ്. ഞാനങ്ങനെ എൻ്റെ ഒരു ചട്ടക്കൂടിലൊന്നും ജീവിച്ച ആൾക്കാരല്ല, അങ്ങനെ ദൈവത്തിലൂടെ അങ്ങനെ ഒന്നും വളർന്ന ആളല്ല. എന്നിട്ട് പോലും ഞാൻ എല്ലാ ദൈവത്തെയും വിളിച്ചിട്ടുണ്ട്. ഈ ആശയമല്ലാതെ നമ്മുടെ ആഗ്രഹത്തനുസരിച്ച് ജീവിക്കാൻ ഭൂമിയിലൊരു വഴിയില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ പേര് പറഞ്ഞു ബിജു BK. ഞാൻ നടുവണ്ണൂരാണ് സ്വദേശം. നടുവണ്ണൂർ എന്ന് പറഞ്ഞാൽ പേരാമ്പ്ര കഴിഞ്ഞിട്ട് ഉള്ളിയേരിൻ്റെ അടുത്ത സ്ഥലമാണ്, ടൗണാണ് നടുവണ്ണൂർ. അന്ന് ബസ് സ്റ്റാൻഡിൻ്റെ റോഡാണ്, പാകിയാർ റോഡിലാണ് എൻ്റെ വീട്. അവിടെയാണ് ബർത്ത് പ്ലേസ്. എൻ്റെ 19-ാമത്തെ വയസ്സ് മുതൽ ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ട്. മാർക്കറ്റിംഗ് കമ്പനിയിലാണ് ജോലി കിട്ടിയത്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കിൻ്റെ വെയിൻ മെഷീനില്ലേ, വെയിറ്റ് തൂക്കുന്ന ലോറി, വേ ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടോ? ലോറിയൊക്കെ തൂക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ കണ്ടിട്ടുണ്ടോ? AVTൻ്റെ ഒക്കെ ഇങ്ങനെ മലയായിട്ടൊക്കെ നമ്മൾ കടയിലൊക്കെ കാണാം. പാക്കിംഗ് മെഷീൻസ് എൻ്റെ കമ്പനിയിലായിരുന്നു. അന്ന് ആ കമ്പനിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് നമ്മുടെ വെല്ലി സാറാണ്. വെല്ലി സാറായിട്ട് 10-25 വർഷത്തെ ബന്ധമാണ്. അങ്ങനെ ഒരുമിച്ച് ഞാൻ കൊച്ചിയിലായിരുന്നു എനിക്ക് ചാർജ്. വെല്ലി സാർ കേരള ഇൻചാർജ് ആയിരുന്നു. ആ കൊച്ചിയിലായിരുന്നു എൻ്റെ നല്ല സമയം, 6 വർഷക്കാലം. ഒരു കമ്പനിയിൽ 6 വർഷം മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ഒരു 6 മാസം നിൽക്കില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റ്, ടാർഗറ്റ്, ഏരിയ ലിമിറ്റ്, എല്ലാ കണ്ടീഷൻസും ഉണ്ടാവും. ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ നിമിഷം അപ്ഡേറ്റ് ചെയ്യണം. ഓരോ മണിക്കൂറിൽ വേണമെങ്കിൽ വിളിക്കാൻ തുടങ്ങും. സീനിയർമാർ വിളിക്കും. ഈവനിങ്ങിൽ നമ്മൾ അതിൻ്റെ ഇത് കൊടുക്കേണ്ടത് ബോസിന് എൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരും. ഓരോ മാസവും ഉണ്ടാകുന്ന ടാർഗറ്റ് നമുക്കറിയാം. അത് ഫില്ല് ചെയ്തിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, 1 മാസം 2 മാസം 3 മാസം നല്ല റിസൾട്ട് ഉണ്ട്, 2-3 മാസം റിസൾട്ട് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. അത്ര പ്രഷർ ഉണ്ടാവും. അങ്ങനെ ഒരു കമ്പനിയിൽ, ഇലക്ട്രോണിക്സിൻ്റെ കമ്പനിയിൽ പെർഫോം ചെയ്ത് ഏറ്റവും ടോപ്പായിട്ട് കൊച്ചിയിൽ ചാർജുള്ള സമയത്താണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജോലി കിട്ടിയ സമയത്താണ് എനിക്ക് അതുവരെ നമ്മൾ പൈസ കൈകാര്യം ചെയ്ത് പരിചയമില്ലല്ലോ. പൈസ കൈകാര്യം ചെയ്ത് പരിചയമുള്ള സമയത്താണ് ഈ പൈസ പോരാ ജീവിക്കാൻ, പ്രത്യേകിച്ച് കൊച്ചിയിലുള്ളത്. അപ്പം വേറൊരു അധിക വരുമാനം ഉണ്ടാക്കാൻ എന്തുണ്ട് വഴി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കും. എല്ലാത്തിനും സമയം മാറ്റി വെക്കണം. ജോലിക്ക് 8-10 മണിക്കൂർ, 10-12 മണിക്കൂർ അങ്ങ് പോകുന്നുണ്ട്. 24 മണിക്കൂറേ ഉള്ളൂ. വേറെ അധിക വരുമാനം ഉണ്ടാക്കാൻ എന്തുണ്ട് വഴി എന്ന് ഞാൻ ഇങ്ങനെ നോക്കും.
അവിടെ ഞങ്ങളൊരു അന്നത്തെ കാലഘട്ടത്തിൽ മിനി ബസ്സില്ലേ, ചെറിയ ബസ്സൊക്കെ, മിനി ബസ് എടുത്താലോ? ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഡ്രൈവറും കണ്ടക്ടറും അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഉഷാറായിട്ട് 4-5 പേർക്ക് ജോലിയും കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ എളുപ്പമല്ല. ലോണൊക്കെ എടുക്കും, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കറക്റ്റ് നോക്കിയിട്ടില്ലെങ്കിൽ അത് പോകും. പിന്നെ പാക്കിംഗ് മെഷീനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ കറി മസാലകളൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് അതൊന്ന് പ്ലാൻ ചെയ്താലോ, അങ്ങനെ ഒരു പ്ലാന്റേഷൻ ഉണ്ടാക്കിയാലോ, അങ്ങനെ അങ്ങനെ പല രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു നോക്കി. അതൊന്നും എളുപ്പമുള്ള പണിയല്ല. അപ്പം അധിക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്ന സമയത്ത് 2006 എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു വ്യക്തി, കോതമംഗലംകാരൻ, എന്നെ വിളിച്ചു. വിജയ്, ഒരു പരിപാടി വന്നിട്ടുണ്ട്, എന്നെ ഒന്ന് കാണണം എന്നത്. ഈ കാണുക എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ ഒരുപാട് സകല ഉണ്ട്, ഉടായ്പ പരിപാടി എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പരമാവധി മാറി നിന്നു. അവസാനം നിർബന്ധിച്ച സമയത്ത് ഞാൻ അപ്പോയിൻമെൻറ്റ് കൊടുത്തു. ഞാൻ അന്ന് കൊച്ചിയിൽ എടപ്പള്ളിയില്ലേ, നമ്മുടെ ലുലു മാൾ കണ്ടിക്കോ, വന്നിക്കോ, ലുലു മാളിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നത്. ആ ലുലു മാളുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമായിരുന്നു അന്ന്. അപ്പോൾ പിന്നെ ലുലു മാളൊക്കെ വന്നത്. അപ്പോൾ ആ കവല, ഈ എടപ്പള്ളി കവല എന്ന് പറയും, ആ അവിടെയാണ് അത് വിളയാട്ടം നടത്തുന്ന സമയം. അപ്പോൾ ഇവന് അവിടെ വന്നു. പള്ളിയുടെ തൊട്ടരികെയാണ് താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ആശയം കേൾക്കുന്നത്. നെറ്റ്വർക്കാന്ന് കണ്ട സമയത്ത് ഇവനത്, എനിക്ക് മനസ്സിലായത് നെറ്റ്വർക്കാന്ന് മനസ്സിലായത്, ഇവന് അപ്ലൈൻ ലീഡറേയും കൂട്ടിയാണ് വന്നത്. ഈ വട്ടം വരച്ചു. ഇതിൻ്റെ പ്ലാൻ എങ്ങനെയാ പറയുക, നമ്മളിത് ഞാനാന്ന് അറിയണമെങ്കിൽ ഒരു വട്ടം കൊണ്ട് വരച്ചു. നെറ്റ്വർക്കിൻ്റെ വട്ടം വരച്ചപ്പോൾ ഞാൻ ചോദിച്ചു നെറ്റ്വർക്കാണോ എന്ന്. നെറ്റ്വർക്കാണെന്നോ ചോദിച്ച സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞത്, അവനോട് പറഞ്ഞത്, നിങ്ങളോട് മാത്രം വരാനാണ് പറഞ്ഞത്, അപ്ലൈൻ കൂട്ടി ലീഡറേയും കൂട്ടി വരേണ്ട ആവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ കിച്ചണിലേക്ക് കൂട്ടിയിട്ട് നല്ലത് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് നെറ്റ്വർക്കിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളെ കാണുമ്പോൾ തന്നെ എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറാം, എന്തോ ഒരു ഉടായ്പ പരിപാടിയായിട്ട് ഞങ്ങളുടെ ശാശ്വതമായിട്ടുള്ളൊരു ഒരു ബിസിനസ് രീതിയായിട്ടോ കച്ചവട രീതിയായിട്ടോ, ഇത് കുറച്ച് കാലം അവൻ ചെയ്യും, കുറച്ച് വരുമാനം കിട്ടും, കുറച്ച് കഴിയുമ്പോൾ കമ്പനിയെ പൂട്ടും. ഇങ്ങനെ ഒരു, പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാണ് പറയുക, ഒന്നിട്ട് നടക്കുകയില്ല. അപ്പോൾ ഇതൊരു ശാശ്വതമല്ല ഈ കച്ചവടം. വെറുതെ സമയം കളയും, ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പേ ഒരു മുൻവിധി, വല്ലാത്തൊരു മുൻവിധി വെച്ച് നടക്കുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം നിങ്ങളിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പലർക്കും പല മുൻവിധി ഉണ്ടാവും. അതായത് നമ്മൾ തടസ്സം, അതങ്ങോട്ട് മാറി കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അവിടെയാണ് ഒരു ബന്ധം ഉണ്ടെങ്കിലേ മാറും. നമ്മൾ ബഹുമാനിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായി വരണം. ഈ സമയത്ത് ഈ വ്യക്തിയിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അവൻ കമ്പനിയായിട്ട് 1.5 വർഷത്തോളം വർക്ക് ചെയ്തിട്ട് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാക്കി മാറിയതാണ് കമ്പനിയായിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം എനിക്ക് ഉണ്ട്. അവനെന്ത് കിട്ടുക, ഒരു സെൽഫി സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത് കേട്ടു ഞാൻ മാറിയിരുന്നു. ബെല്ലിൻ ഞാൻ അഭിപ്രായം പറഞ്ഞു. ബെല്ലിൻ സാർ എന്നെ ശരിക്കും ചീത്ത പറഞ്ഞത്, ബെല്ലിൻ സാർ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂർച്ചയുള്ള വാക്കുകൾ. ഫോൺ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത്, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, 2 കൈയും കാലം നിൽക്കുന്നുണ്ടല്ലോ, അധ്വാനിച്ച് ജീവിച്ചാൽ പോരെ. ഈ വാക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നെ കമ്പനിയിൽ കൊണ്ടുവന്ന് ഞാനൊരു കമ്പനീൻ്റെ ടോപ്പായി നിൽക്കുന്നു, മാർക്കറ്റിംഗ് അത്രയും നിൽക്കുന്നു. ഞാൻ ഒരു കാര്യം പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം എന്നെ പൊട്ടിത്തെറിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ. ഇതോടെ കേട്ട സമയത്ത് ഞാൻ രാവിലെ അദ്ദേഹം എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വിളിച്ചു. ഞാൻ പിന്നെ പറയണ്ടല്ലോ, നല്ലത് ഞാൻ പറഞ്ഞു, ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കരുത്, ബാക്കി എന്ത് വേണമെങ്കിൽ നമുക്ക് സഹിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ബ്ലോക്ക് ചെയ്തു. അത്ര ഒരു നെഗറ്റീവുള്ള ആളായിരുന്നു ഞാൻ കേട്ടോ. നിങ്ങൾ ചിലപ്പം പല ആളുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്നെ ഒന്ന് കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ സകല ആളുകൾ കൊച്ചിയിൽ നിന്ന് ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. പിന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ആൾ പോലും നെറ്റ്വർക്ക് എന്ന് കേട്ടാൽ ഞാൻ പറയും, ഞാൻ ആ വീട്ടിൽ പോയിട്ട് പറയും എനിക്ക് താല്പര്യമില്ല, മുഖത്ത് നോക്കി അങ്ങ് പറയും. അങ്ങനെ ഒരു മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമമായിരിക്കും നമുക്ക്, ആ ബന്ധം പിന്നെ ഒരു വല്ലാതൊരു അകന്നു പോകും. ഇങ്ങനെ അടക്കം നെറ്റ്വർക്കിനെ ഞാൻ ബ്ലോക്ക് ചെയ്ത ആളായിരുന്നു. അവിടെയാണ് നമ്മുടെ വെൽനിസ് സാറ് വീണ്ടും 6 മാസം ശേഷം അധ്വാനിച്ച് ജീവിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ച വെൽനിസ് സാറ് കമ്പനിയുടെ പേര് അറിയാതെ എന്നോട് പറയുകയാണ്, പാലാരിവട്ടം ഒരു ടെമ്പിൾ ഹാളുണ്ട്, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, നീ ഒന്ന് പോയി കേൾക്കണം, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആണ്. അങ്ങനെ ഒരാൾ, അങ്ങനെ നമ്മൾ വെൽനിസ് സാർ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളാണെ പോവോ? ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല. ഓക്കെ, ഞാൻ പോവാം, ഞങ്ങൾ വൈകിട്ട് ലേറ്റ് ആവും ചാൻസ് ഉണ്ട്, എന്തായാലും പോകാണ്ടിന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് 5 മണിക്ക് തുടങ്ങുന്ന പരിപാടി ഞാൻ 5:25, 5:30 ആവാനായിട്ടുണ്ട് അടുത്തുമ്പോൾ.
സീറ്റ് പോയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇതെന്താ സംഭവം? ഒരു ഹാളിൽ പുറത്ത് നിന്നിട്ട് സ്റ്റേജ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കളിച്ച കളി. ഭയങ്കര സംഭവം, ആവേശമാണ്. ആളുകളൊക്കെ സ്റ്റേജിൽ കയറി എന്തൊക്കെയോ ആർക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആഴ്ച വരുമാനത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതെന്താ സംഭവിച്ചു. അപ്പം പറഞ്ഞു ഇതിങ്ങനെ ഒരു ബിസിനസ്സാണ്, പക്ഷെ ഇത് ആദ്യം കേൾക്കേണ്ടിയിരുന്നു, ഇതൊന്നും മനസ്സിലാവില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു, അവിടെ നിൽക്കുന്ന ആൾ. അപ്പോൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ അടുത്ത എല്ലാ ആഴ്ചയും എല്ലാ ആഴ്ചയിലും ഉണ്ടാകുന്ന പരിപാടിയാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ ബെല്ലിസാർ പറഞ്ഞു ഇത് ഒരു വേറൊരു തടസ്സം ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിൽ എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ സ്റ്റേജിൽ കയറി പറയേണ്ടി വരും, ഇത് നടക്കുന്നില്ല. അപ്പോൾ ബെല്ലിസാർ പറഞ്ഞു ഇത് അതൊന്നും നീ ഇപ്പം ആലോചിക്കണ്ട, സ്റ്റേജിൽ കയറലൊക്കെ വിട്, നീ ഇതൊന്ന് പഠിക്കാൻ നോക്കണം, അടുത്ത പ്രാവശ്യം ഒന്ന് മുന്നേറ്റ് പോകേണ്ടി. ഇതൊരു സംഭവമാണ്. ചെയ്യുന്നത് കൊച്ചിൻ റിഫൈനറിയിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറാ. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പറഞ്ഞു. PW എഞ്ചിനീയർമാരുടെ പേരൊക്കെയാ പറയുന്നത്. കൊച്ചിൻ റിഫൈനറിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി സ്വപ്നം കാണുന്ന ആളുകൾ, അത്രയും വലിയൊരു സംഭവത്തിൽ നിൽക്കുന്ന ആള്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ ഒരു സാധനം ചെയ്യുന്നത്, ഇവരൊക്കെ ചെയ്യുന്നുണ്ടോ? ഇവരൊക്കെ എനിക്ക് അറിയുന്ന ആളുകളാ. ആ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആവേശമായി. രണ്ടാമത്തെ ട്രെയിനിങ് ഞാൻ നേരത്തെ പോയി, സീറ്റ് നിന്നിട്ടുമില്ല, എനിക്കൊരു കസേര കിട്ടിയതാ. അവിടെ നിന്നാണ് ഞാൻ അറിയുന്നത് ടൈം ലിമിറ്റും ടാർജറ്റും ഇല്ലേന്ന്, ഏരിയ ലിമിറ്റോ ഇല്ല. ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ടൈം ലിമിറ്റും ടാർജറ്റും ഇല്ലാത്ത മാർക്കറ്റിങ്ങോ? 6 വർഷം ചോര നീരാക്കിന്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച ഞാൻ മാർക്കറ്റിങ്ങിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന എന്നോട് ടൈം ലിമിറ്റും ഇല്ല ടാർജറ്റും ഇല്ല ഏരിയല്ല, ഞാൻ പറഞ്ഞ എന്തോ കളവുണ്ട്, ഉടായ്പ് പറയണ്ട. അപ്പോൾ അവർ പറഞ്ഞു സംഭവം ഇല്ല, ടെക്നോളജിന്റെ ഗുണം അതാണ്, കമ്പ്യൂട്ടറാണ് ഇതിന്റെ കടാന്ന്. കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയാത്ത എന്നോട് ഇതിന്റെ കട കമ്പ്യൂട്ടറാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പിടുത്തം കിട്ടും? ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഏരിയ ലിമിറ്റ് ഇല്ല. ഏരിയയിൽ എവിടെയാണ് ചെയ്യാൻ പറ്റുമോ, ഈ ഉൽപ്പന്നം എവിടെയും വിൽക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണോ കച്ചവടം? ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ന ഏരിയയിൽ മാത്രമല്ലേ കൊടുക്കാൻ പറ്റൂ. നിങ്ങൾ ബൈക്കിന്റെ ഷോറൂമുള്ളവരോട് പോയിട്ട് ഇന്ന ജില്ലയിൽ ഇന്ന ഏരിയയിൽ നല്ല അതിനപ്പുറത്തെ ഏരിയ പോയി അടിപൊട്ടു. ഇത് വേൾഡ് വൈഡ് ആണ്, നിങ്ങൾക്ക് എവിടെയും വിൽക്കാൻ പറ്റും. അപ്പം ഞാൻ കരുതുന്നത് ഇതിൻ്റെ ഐഡിയ എടുക്കാൻ വേണ്ടിയുള്ള മോട്ടിവേഷനാണ് ആദ്യം കരുതുന്നത്. അവസാനം അങ്ങനെയൊക്കെയാണ് ഇതിൽ ഐഡിയ എടുത്ത് ഞാൻ മുമ്പ് 2006 മാർച്ചിലാണ് 21-നാണ് ഐഡിയ അടിക്കുന്നത്. 2 ഐഡിയ അടിച്ചു അന്ന്. ഈ ഐഡിയക്കാണ് ഏറ്റവും വലിയ മൂല്യം. ഒരു ഐഡിയ അടിക്കാൻ 1 മിനിറ്റൊക്കെ ലേറ്റ് പോയി നഷ്ടമൊക്കെ. അന്ന് ആ പറഞ്ഞ വ്യക്തികളുടെ വെല്ലിസാറിലെ ബന്ധം കൊണ്ട് ഐഡിയ അടിച്ചു. ഐഡിയ അടിച്ചതിന് ശേഷം ഞാൻ എന്നോട് പറഞ്ഞത് നേരിട്ട് ആരോടും പോയിട്ട് പറയാൻ പാടില്ല എന്നാ. അത് മാത്രമാണ് എനിക്ക് തീരെ പിടിക്കാണ്ടായി പോയത്. നേരിട്ട് പോയിട്ട് പറയരുതെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഇതിന് ഒരു കണ്ടീഷൻ ഞാൻ കാണുന്നില്ല, ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. നേരിട്ട് പറഞ്ഞാൽ എന്താ പ്രശ്നം? അത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പിന്നെ മാർക്കറ്റിംഗ് എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഈ ഉൽപ്പന്നം വിൽക്കൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് എന്ന് പറഞ്ഞ് ഞാൻ വളരെ നമ്മളുണ്ടല്ലോ, ഒരു അഹങ്കാരം, 2 ദിവസം ലീവ് എനിക്ക് തന്നാൽ മതി, ഞാൻ തകർത്ത് കാണിച്ചു തരാം. അങ്ങനെ 2 ദിവസം ലീവ് എടുത്ത് നടുവണ്ണൂർ വന്ന് ബിസിനസ് പറഞ്ഞതാണ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അടി കിട്ടാനില്ല. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിരി മാത്രമല്ല, എന്നോട് പറഞ്ഞു ഉറക്കാൻ സംസാരിക്കേണ്ട, ഇതൊക്കെ കൂടെ വന്ന് പൂട്ടിയ സാധനമാണ്, വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ടതെന്ന് നാട്ടുകാർ ഇങ്ങോട്ട് പറയാം. ഞാൻ ചെയ്ത കമ്പനീൻ്റെ ഫുൾ നെയിം അവരിങ്ങോട്ട് പറഞ്ഞു തന്നു. ഇത്രയും അറിവുള്ള നാട്ടുകാർ, ദൈവമേ. 2 പാക്കേജ് എടുത്തു പോവുകയും ചെയ്ത് അന്നത്തെ കാലം 2006 12,500 2 പ്രൊഡക്റ്റ് എടുത്ത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റ് വീണ് താഴത്ത് വീണ എങ്ങനെ ഉണ്ടാവും? പിന്നെയാണ് യഥാർത്ഥ കൂതറയായത്. തെക്കൻ ജില്ലയിലെ തെറിയും ഇവിടെ ലീഡർമാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ബെല്ലിസാറ് മാത്രം കിട്ടിയിട്ടില്ല. 12,500 അന്ന് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറ? അന്നത്തെ 12,500 എന്ന് പറഞ്ഞാൽ എത്ര പൈസൻ്റെ മൂല്യം ഉണ്ടാവും? അത് നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതിന് ശേഷം എന്നെ ഒരു ട്രെയിനിങ്ങിനെ ബോധവൽക്കരിക്കാൻ കളിച്ച കളി. ആനയ്ക്ക് ചങ്ങലിടുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മതളകി ആനയ്ക്ക് ചങ്ങലിടാൻ പറ്റുമോ? ആ, ഇവരറിയും. അങ്ങനെ കഷ്ടമുള്ള എന്നെ ഇതിനെ ബോധവൽക്കരിക്കാൻ ഇവർ ചെയ്തത് 2006 ഓഗസ്റ്റ് മാസം കൊച്ചിയിലൊരു ടൗൺ ഹാളിൽ വെച്ചൊരു പ്രോഗ്രാമിന് ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഹാള് ബുക്ക് ചെയ്തു, സീറ്റ് പിടിച്ച് എന്നെ കൊണ്ടുപോയി തളച്ചതാണ്. അവിടെയാണ് ഞാൻ ഈ ആശയത്തിൽ വിജയിച്ച ആൾക്കാരെ കാണുന്നത്.
എൻ്റെ വീക്കിലി ഇൻകൊക്കെ ടോപ്പ് മേടിച്ച സാധാരണക്കാര്, കൊച്ചിയിൽ 6 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അറിയുന്ന ഒരു വ്യക്തി ഉണ്ടായി, എൻ്റെ ലീഡർ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായത്. അങ്ങനെ പഠിച്ചു. അത് അങ്ങനെ ഇതിൻ്റെ വരുമാനം കിട്ടാൻ തുടങ്ങി. ഇത് ശരിക്കും ഇതിൻ്റെ വരുമാനം കിട്ടാൻ തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ മൾട്ടിപ്പിൾ എന്ന തിയറി ഉണ്ടല്ലോ, മാൻ പവർ മൾട്ടിപ്പിൾ, വർക്കിംഗ് അവേഴ്സ് കൂടുന്ന മനുഷ്യപ്രയത്നങ്ങൾ, ഗുണിതങ്ങൾ, അത് മനസ്സിലാകുക. എനിക്കത് മനസ്സിലായത് ഓഗസ്റ്റ് മാസം ഞാൻ ഇത് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് 4000 രൂപ കിട്ടി ആദ്യത്തെ. അപ്പോൾ ഞാൻ ചെയ്താൽ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ചെയ്യാതിരുന്ന സമയത്ത് അടുത്ത മാസം അത് മൾട്ടിപ്പിളായി. അതെങ്ങനെ സംഭവിച്ചത്? ഞാൻ കൊണ്ടുവന്ന വ്യക്തികളെ വെൽനസ് സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ട്. സർക്കാർ ജോലി കളഞ്ഞിട്ട് അദ്ദേഹം ഫുൾ ടൈം ഇത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് 2 മാസം ലീവാക്കി നേരത്തെ ഇറങ്ങിയ സമയത്ത് ഞാൻ കൊണ്ടുവന്ന ആളുകളെ വെൽനസ് സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒരു പണിയും ചെയ്യാതെ എൻ്റെ അടുത്ത മാസം അത് 6000 രൂപ, അതിൻ്റെ അടുത്ത മാസം അത് 12000 രൂപ. ഏത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ അത് ഇരട്ടിയായാലോ 25,000. ഞാനൊരു പണിയും ചെയ്തിട്ടില്ല. ഞാൻ കൊണ്ടുവന്ന വ്യക്തികളെ എൻ്റെ മുകളിൽ ആൾ സപ്പോർട്ട് ചെയ്തപ്പം അതെങ്ങനെ നടക്കുന്നത് എനിക്ക് എത്ര ഉൾക്കൊണ്ടിട്ട് മനസ്സിലാകുന്നത്. ഞാൻ 10 മണിക്കൂർ വർക്ക് ചെയ്താൽ എനിക്ക് ശമ്പളം കിട്ടും, അതൊക്കെ സത്യം. പിന്നെ എങ്ങനെ ഉണ്ടാവും? 2006 നവംബർ മാസം 25,000 മാസ വരുമാനം കിട്ടിയാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്നല്ല, ഇന്ന് 25,000 കിട്ടിയാൽ ചോക്ലേറ്റ് മേടിക്കാൻ പൈസ ഉണ്ടാവില്ല. അന്ന് പിന്നെ ഭ്രാന്ത. നിലവിൽ എൻ്റെ ജോലി പോലും റിസൈൻ ചെയ്ത് അങ്ങനെ ആവേശം കാണിച്ച് സ്റ്റേജിലൊക്കെ കയറി കഴിഞ്ഞാലല്ലേ, സ്റ്റേജിൽ മൈക്ക് പോയി പോകുക എന്നല്ലാണ്ട് ഫീസ് അടിച്ച് പോയി എത്രയോ മുഞ്ച് നടന്നതിലൊക്കെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആവേശത്തിൽ പണം കിട്ടി ജോലി റിസൈൻ ചെയ്ത് ഞങ്ങൾ ബെല്ലി സാറെ ഗവൺമെൻറ് ജോലിയും കളഞ്ഞ് ഞാൻ ഏറ്റവും അത്ര ലെവലിലേക്ക് ഞങ്ങൾ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിപ്ലവത്തിനാണ് 2011 മൊത്തം അവസാനിച്ചത്. എൻ്റെ എല്ലാ ഞാൻ പറഞ്ഞു അങ്ങനെ ലെവലിൽ മുകളിൽ താഴത്ത് വീണ് എല്ലാ ഗുണവും എല്ലാ ദോഷവും സകലതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് കഴിഞ്ഞ എല്ലാ എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഇത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു സാധനം. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ടായ ദോഷങ്ങളെ പറ്റി ശരിക്കും മനസ്സിലാവണം. എന്തുകൊണ്ട് ഒരാൾ ഇതിനെ പേടിക്കുന്നു? ചുമ്മാ പേടിക്കുമോ? നിങ്ങളെ കുടുംബക്കാരായാലും സ്വന്തക്കാരായാലും ഇനി ആര് തന്നെ ഇത് പേടിക്കാൻ കാരണമുണ്ട്? ഇതിനെ എന്തൊക്കെ ലെവലിൽ ഏതൊക്കെ വിധത്തിൽ പറ്റിച്ചു. ആട് പ്രസവിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കൊച്ചുങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ആടിൽ അങ്ങനെ കൊണ്ടുവച്ചിട്ട് പൈസ ഇടുക. ആട് എന്ന് പറയുമ്പോൾ ഭയങ്കര ആട്ടർച്ചി ഭയങ്കരല്ലേ. പ്രസവം കൂടുതലാണ്, കൊച്ചുങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് പൈസ വാങ്ങി പൈസ പറ്റിച്ചു. ആട് മാഞ്ചിയം തേക്ക് ഗ്രീൻ ഗ്ലോറി എന്നൊരു കമ്പനി വന്ന് കുറെ ആൾ പോയി. എൻ്റെ അളിയനൊക്കെ പൈസ വയ്ക്കുന്നുണ്ട്. സിഫിനെറ്റ്, തൈക്കൂൺസിന് പൈസ പോയ ആൾക്കാർ ഏരിയയിലൊക്കെ ആൾക്ക് ഏറ്റവും കൂടുതൽ പൈസ പോയിട്ടുണ്ട്. നാനോ എക്സൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. നാദാപുരത്ത് ഞാൻ 12 മണിക്ക് എന്നെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. 12 മണിക്ക് 12:05 സമയം. അപ്പം എന്നോട് പറയാണ് ഇത് വലിയ സംഭവമാണ് വിപ്ലവം. 6 മാസം കമ്പനി പോയില്ല. ഒരു ബിസെയർ വന്നിട്ട് സൂപ്പർ മാർക്കറ്റ് എല്ലാ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്, എല്ലാ പഞ്ചായത്തിലും മുക്കിലും മൂലയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നായിട്ട് പൈസ വാങ്ങി. അതും തീരുമാനമായി. ഇങ്ങനെ വേറൊരു കമ്പനി ഞാൻ കൊച്ചിയുള്ള സമയത്ത് ലിസ്, ഓർമ്മയുണ്ടോ? എന്തൊരു പരസ്യമായിരുന്നു. നിങ്ങളെ കയ്യിലെ പൈസ 6 മാസം കൊണ്ട് ഇരട്ടിയായി തരൂ. നിങ്ങൾ ഇപ്പോൾ ഒരു 10,000 കൊടുത്താൽ 6 മാസം ആകുമ്പോൾ 20,000. 2 ലക്ഷം ഇട്ടാലോ 4 ലക്ഷം, 10 ലക്ഷം ഇട്ടാലോ 20 ലക്ഷം. എത്ര സമയം? 6 മാസം. 6 മാസം അതിന്റെ കണ്ണടിച്ച് തുറക്കുമ്പോൾ 6 മാസം ആവും. ഇങ്ങനെ പൈസ വാങ്ങിന്ന് 4 ലക്ഷം ആൾക്കാർ പൈസ ഇട്ടിട്ടുണ്ട്. സകല FTയും സകല അധ്യാപകന്മാരും പൈസ എടുത്തിട്ട് കൊണ്ടുകൊടുത്ത് കിട്ടാൻ തുടങ്ങിയപ്പോൾ ആവേശമായി. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ലേ കിട്ടുമ്പോഴാണല്ലോ ആവേശം. കിട്ടാണ്ട് പിന്നെ അത് പെട്ടെന്ന് തരുമില്ല. കിട്ടിയ ആൾക്കാർ പിന്നെ വെറുതെ ഇരിക്കുമോ? 10 ലക്ഷം കരിയൻ സാറേ 20 ലക്ഷം ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? കോമൺ ഇളയനെക്കാട്ട് അപ്പുറമായിരിക്കും നിങ്ങൾ. ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിന്ന്. 4 ലക്ഷം ആൾക്കാർ പൈസ ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് ഇത് പിടിച്ചതെങ്ങനെ അറിയോ? ബാങ്കുകാർ നോക്കുമ്പോൾ വില FT പൊട്ടിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നത് നോക്കുമ്പോൾ ലിസ്റ്റിലേക്കാണ് പോകുന്നത്. ഇതെന്താ സാധനം? എങ്ങളെ പൈസ ഇത്ര സമയം എടുക്കണ്ടേ? പോസ്റ്റ് ഓഫീസ് ഇട്ട് കഴിഞ്ഞാൽ 5 വർഷം കഴിയണം, 5.5 വർഷം എടുക്കണം ഇരട്ടിയേക്കണം. ഇത് 6 മാസം ലിസ്. 4 ലക്ഷം ആൾക്കാർ പൈസ ഇട്ടു. 1.5 ലക്ഷം ആൾക്കാർ പൈസ ഇരട്ടിയായി കിട്ടി. 4 ലക്ഷം ആൾക്കാർ പൈസ ഗോവിന്ദ. ക്യാമ്പസിൽ വന്നിട്ട് പിള്ളേരെ മോട്ടിവേഷൻ ചെയ്ത് BMW, ബെൻസ്. എൻ്റെ ദൈവമേ, മക്കൾ 18 വയസ്സാകുമ്പോൾ BMW പോകുന്നു. സ്മാർട്ട് വേ
ഇതൊരു തിളക്കായിരുന്നു. ഇങ്ങനെ ലെവലിലേക്ക് എത്ര കമ്പനി ട്രേഡിങ്ങിന്റെ പേരിൽ കോവിഡ് സമയത്ത് പ്രശ്നം ഉണ്ടായ സമയത്ത് പൈസ എട്ടിയായിത്തരാന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് കളിച്ചില്ലേ ട്രേഡിങ്ങിന്റെ പേരിൽ. മോറിസ് കോയിൻ, എല്ലാ ട്രേഡിങ് എന്തൊക്കെ വെടിക്കെട്ടായിരുന്നു. ഇങ്ങനെ ലാസ്റ്റ് ഐറിച്ച് എമ്മായി ട്രോളിങ്. അപ്പൊ എന്താ സംഭവം? മോട്ടിവേഷൻ ചെയ്ത് ഇപ്പം പറ്റിക്കുക. തലച്ചോറ് വേണ്ടേ? കുറച്ച് തലച്ചോറില്ലാത്ത കൈതാന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ ഓർമ്മിക്കാൻ പറ്റുന്ന മനുഷ്യന്മാരായി. ഒരു ബോധം വേണ്ടേ കുറച്ചെങ്കിലും? എന്തെങ്കിലും പറയുമ്പോൾ അങ്ങ് വിശ്വസിക്കുക. നമ്മൾ ഭയങ്കര വിദ്യാഭ്യാസത്തിന്റെ മുകളിലാണല്ലേ. എന്ത് വിദ്യാഭ്യാസം? ബോധം തന്നെ സാധനം കുറച്ച് വേണ്ടേ? പൈസ വാങ്ങി പൈസ കളിക്കാൻ പറ്റില്ല എന്ന് നിയമവിരുദ്ധാന്നല്ലേ ഒരു ബോധം. പൈസ പെട്ടെന്ന് ഉണ്ടായി കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്കിന് റേഷൻ വഴി സബ്സിഡി കൊടുക്കും പോലെ, അരി കൊടുക്കും പോലെ, ഒരു ഉറുപ്പിക്ക് അരി കൊടുക്കും പോലെ അങ്ങ് ചെയ്താൽ പോലെ. ഇത് ഇത്രയും റിസ്ക് ഉണ്ടാക്കണോ? അങ്ങനെ എല്ലാ കുടുംബത്തിനും ഇത്ര പൈസ? പിന്നെ എന്തിനു നമ്മൾ പണിക്ക് വന്നത്? ഇങ്ങനെ ലെവലിലേക്ക് ഏതൊക്കെ രീതിയിൽ പണ്ട് ആക്ഷൻ ഷൂ അടക്കം ഇങ്ങനെ വിറ്റിട്ടുണ്ട്. രണ്ടാളെ പിടിച്ച് അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങനെ പറ്റിച്ചു. അതിലേറ്റവും സമൂഹത്തിലെ ഏറ്റവും നല്ല പ്രൊഫൈലിനെ പറ്റിച്ചത് നല്ല കമ്പനി വന്ന് വർക്ക് ചെയ്തു. നല്ല കമ്പനി, ലക്ഷണം മൊത്ത കമ്പനി, അമേരിക്കൻ കമ്പനി, ഓസ്ട്രേലിയൻ കമ്പനി, മലേഷ്യൻ കമ്പനിക്ക് വന്നിട്ട് വർക്ക് ചെയ്തിട്ട് വരുമാനവും കിട്ടിയില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഉണ്ടാവും? പിന്നെ വെറുതെയാണോ ആരെക്കാൾ പേടിക്കുന്ന സാധനം? എത്ര നല്ല കമ്പനി എന്തുകൊണ്ട് കിട്ടിയില്ല? കമ്പനി മോശമായിട്ടാണോ? പ്രൊഡക്റ്റ് മോശമായിട്ടാണോ? ആണോ? നല്ല കമ്പനി എന്തുകൊണ്ട്? കമ്പനി ഇപ്പോൾ ഉണ്ട് കൊല്ലങ്ങൾ. ഈ കമ്പനിയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനി ഉണ്ട്. അവരെ പേസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ആക്റ്റീവായി പോയത് അന്ന്. ആ പേസ്റ്റും ഈ പേസ്റ്റും ഞാൻ അളന്നു. മൈ ലൈഫിൽ വന്നിട്ടും എനിക്ക് 2 വർഷം പോകാൻ കാരണം ആ പേസ്റ്റൊക്കെയാ. എൻ്റെ കുടുംബക്കാരൊക്കെ ചെയ്തിട്ട് വലിയ വിളയാട്ടം നടത്തി. ഭയങ്കര മോട്ടിവേഷൻ, ഭയങ്കര പോസിറ്റീവ്. ഇത് ദൈവമേ, അത് എടുത്തോട്ട് പോയി കൂടെ നമ്മൾ പോസിറ്റീവ് ആവും. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് പൈസ ഇട്ടണ്ടേ? പൈസ കിട്ടിയില്ല. ഇൻകം പ്ലാൻ പ്രശ്നമായി. ഇങ്ങനെ ലെവലിലേക്ക് ആളുകളെ പേടിച്ചു പോയി. ഇതുകൊണ്ടാണ് ഇതിനെ ബോധവൽക്കരിക്കാൻ പറ്റാത്തത്. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റരുത്. നിങ്ങൾക്ക് ആദ്യം ബോധം വേണം. നിങ്ങൾ തൽക്കാലം വടിയായിട്ട് ഈ മൈ ലൈഫിനെയും കൊണ്ട് നെറ്റ്വർക്കിന് പോയാലേ അത് നടക്കൂല മക്കളെ. ഈ മോട്ടിവേഷണൽ മോഡിൽ നെറ്റ്വർക്കിന് ചെയ്യാൻ പറ്റൂല. നാട്ടുകാരൊക്കെ അത്രയും പേടിച്ചു പോയ ആൾക്കാരാ. കത്തിയെടുത്തോ കുത്തും, ജീവൻ പോയി പോവും ഭൂമിയിൽ. കേണ്ടേ, ഒരുപാട് കമ്പനി വന്ന് പൈസ പോയ ആൾക്കാരാ. ആര്? ഈ കേരളത്തിലെ 99% ആൾക്കാർക്കും പല രീതിയിൽ പറ്റിപ്പോയിട്ടുണ്ട്. അതിനകത്ത് ഈ പൈസ പോയ ആൾക്കാരെ വീട്ടിലേക്ക് നിങ്ങൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓടിപ്പിക്കല്ല ചെയ്യാം. എന്നെ പണ്ട് നാട്ടിൽ ഓടിപ്പിക്കുക ചെയ്ത്. പക്ഷേ ഓടിപ്പിക്കല്ല ചെയ്യാം, കത്തിയെടുത്തോ കുത്തും. അത്രയ്ക്ക് പേടിച്ചു പോയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് 100% ബോധം വേണം. ഇതെന്താണ്? നിങ്ങൾക്ക് 100% ബോധം ഉണ്ടോ? നിങ്ങൾ താൽക്കാലികമായി കുറച്ച് വരുമാനം കിട്ടുന്ന എന്തോ ഒരു സംഭവമാണ്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വേഗം രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് കുത്തിരിക്കുക. പണ്ട് ഗൾഫിൽ അങ്ങനെയാണ് വിചാരിച്ചത്. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. ഗൾഫിൽ എളുപ്പത്തിൽ പൈസ കിട്ടുന്നതാണോ? എന്താ സംഭവം അവിടെ നടക്കുന്നത്? ആ ചൂട് സഹിക്കാൻ എത്ര പൈസ കൊടുക്കണോ? കരീം സാറൊക്കെ ഗൾഫിൽ പോയി ഉണ്ടാക്കി. ആ ചൂടൊന്ന് സഹിക്കണമെങ്കിൽ നിങ്ങൾ പറ. തണുപ്പാണ് അത് സഹിക്കണം എത്ര പൈസ? നമ്മുടെ ജീവിതത്തിൽ കേരളം സ്വർഗ. എത്ര കിട്ടിയാലും അത് ഞാൻ പറയത് അല്ല. പക്ഷെ മുമ്പൊക്കെ ജീവിതത്തിൽ ആകെ വഴി അതേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഗൾഫിനെ സഹിച്ചത്. സഹിക്കേണ്ടി വന്നതാ. ആ അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഈ ഡേ ടു സെറ്റ് കാര്യങ്ങൾ, ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി 100% ബിലീഫ് ഉണ്ടാവണം. 100%. അപ്പൊ ഈ കമ്പനി ചെയ്ത് ഈ ആശയത്തിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ഈ കമ്പനി ആരാ നടത്തുന്നത്? ഇതിന്റെ പാരമ്പര്യം എന്താ? അത് നോക്കണ്ടേ? ഈ കമ്പനിയുടെ പാരമ്പര്യം, കമ്പനി ആര്? ഇന്ത്യൻ കമ്പനിയാണോ? പിന്നെ എപ്പം തുടങ്ങി? നെറ്റ്വർക്ക് മാർക്കറ്റ് പിന്നെ എന്ത് എക്സ്പീരിയൻസ് ഉള്ളത്? പോട്ടെ, ഇവന്റെ മുമ്പ് പിന്നെ ആരായിരുന്നു? പല കമ്പനിയുടെ എംഡിനെ ദൈവമാക്കിയ ആൾക്കാരെ ദൈവം എഴുതുന്ന വരുന്നത് നോക്കിയിരുന്നോ? ദൈവത്തിന്റെ പാരമ്പര്യം. മുമ്പ് മണി ചേഞ്ച് ചെയ്തിട്ട് ജയിലിൽ നിന്ന് വന്നോനാ മോനെ ദൈവാക്കിയത്. അതാരാ? കേരളക്കരഞ്ഞല്ലേ. അവിടെ ഞങ്ങൾ പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസിൽ ഈ മാനേജ്മെന്റിന്റെ എക്സ്പീരിയൻസും ഇവന്റെ മുമ്പ് ആരായിരുന്നു? സ്റ്റീൽ ഇൻഡസ്ട്രി രാജാക്കന്മാരാ. സദേൺ റെയിൽവേക്ക് അടക്കം സ്റ്റീൽ സപ്ലൈ ചെയ്യാൻ കൽപ്പുള്ള
ടാറ്റനെ പോലത്തെ ഗ്രൂപ്പ് ഇവൻ വരാൻ പോകുന്ന ആശയത്തെ മുൻകൂട്ടി കണ്ടു. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ലോകത്ത് വരാൻ പോകുന്ന ആശയത്തെ, മാറ്റത്തെ മുൻകൂട്ടി കണ്ട് അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവനെ അതിന്റെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അത് ഏത് മേഖല അങ്ങനെ തന്നെയാ. സ്റ്റീൽ വന്ന ഭരിച്ചുവിടെ, പ്ലാസ്റ്റിക് ഭരിച്ചുവിടെ, ഇലക്ട്രോണിക്സ് ഭരിച്ചു, കമ്പ്യൂട്ടർ ഭരിക്കുന്നു. അതിലൊക്കെ പങ്കാളിയായ ആളുകൾ കോടീശ്വരന്മാരാ. കമ്പ്യൂട്ടറെ തൻ്റെതാക്കി മാറ്റിയുള്ള പേരാ ബിൽ ഗേറ്റ്സ്. സാധാരണക്കാരനാ ആണോ? ലോക കോടീശ്വരനായി. അതിൽ പങ്കാളിയായി അതേപ്പറ്റി പഠിച്ചു, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സായി. സമൂഹത്തിൽ അത്യാവശ്യം മാറ്റം ഉണ്ടായി. അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ആശയം ഇടനിലക്കാരൻ്റെയും പരസ്യക്കാരൻ്റെയും, ഏതൊക്കെ ഇടനിലക്കാർ? ഹോൾസെയിൽ പോകുന്ന ഇടനിലക്കാരനും ഡിസ്ട്രിക്ട് ഡീലർമാരാകുന്ന ആളുകളും സ്റ്റേറ്റ് ഡീലർമാർക്കും ഇങ്ങനെ റീജിയണൽ ഡീലർമാർ, നാഷണൽ ഡീലർമാർ ആവാൻ ആ പോകുന്ന ക്യാഷും പരസ്യത്തിന് പോകുന്നതും കച്ചവടത്തിൽ പണി ചെയ്യുന്നവർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റം. പണിയെടുക്കാൻ റെഡിയാണോന്നാ? ഒരു കണ്ടീഷൻ ഇല്ലാതെ നിങ്ങൾ പണിയെടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് ഒരു ടൈം ലിമിറ്റും ഇല്ല, ഒരു കണ്ടീഷൻ ഇല്ലാതെ കിട്ടും. കണ്ടീഷൻ നമുക്കാ. നിങ്ങൾക്ക് പലർക്കും വിചാരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന കണ്ടീഷൻ ഉണ്ട് എന്നാ. ഇതിൽ എന്തെങ്കിലും സീനിയോറിറ്റിക്ക് കണ്ടീഷൻ ഉണ്ടോ? ഇതിൽ ഒരു റാങ്ക് ആവാൻ, ഇപ്പം ഞാൻ ITC എന്ന് പറയുന്നു, ITC ആവാൻ ഇന്ന സമയം എന്ന് പറഞ്ഞോ? കമ്പനി വന്നിട്ട് സീനിയർ ഇന്ന സമയം കൊണ്ട് മാത്രമേ ആവൂ എന്ന് പറഞ്ഞോ? ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് ഒരാഴ്ചയിലുള്ളിൽ എത്ര ബിസിനസ് എന്നാ? അതിൽ എത്ര ആള് വേണമെന്ന് പറഞ്ഞോ? ഈ കമ്പനി ഇന്ന പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞോ? ഈ കമ്പനി ഏറ്റവും വില കൂടിയ പ്രൊഡക്റ്റ് ഇത്ര മേച്ചാവണമെന്ന് പറഞ്ഞോ? നിങ്ങൾ പറയൂ, നിങ്ങൾ ഇപ്പോൾ ഐഡിയ അടിച്ച സമയത്ത് എന്ത് കണ്ടീഷൻ്റെ അത് പറയുന്നത്? ഒരു കണ്ടീഷനും ഇല്ല. കണ്ടീഷൻ നമുക്കാ. നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പം പലരും പറയുന്നു മൈ ലൈഫിൽ ആൾ നിറഞ്ഞുപോയി, ലീഡേഴ്സിനെ കൊണ്ട് കളിയാണ്, ഇതാ പുതിയ കമ്പനി ഇതാ വന്നിരിക്കുന്നു, ആ പുതിയ കമ്പനിയിൽ ചാടി വീണാലും നിങ്ങൾക്ക് ഭയങ്കര സംഭവമാകാൻ പറ്റുന്നു. ഇപ്പം പലരും വിചാരിക്കുന്നത് അതാട്ടോ. ഇപ്പോഴത്തെ ധാരണ, പലരുടെയും ധാരണ മൈ ലൈഫിലൊക്കെ ലീഡേഴ്സ് ഇത് ITC ഒക്കെ നിറഞ്ഞു, NDCമാരെ കൊണ്ട് നോക്കണ്ട. പക്ഷേ പുതിയൊരു കമ്പനി ഇപ്പം വന്നാൽ ആ കമ്പനി നമ്മളൊരു പുതിയ ആളായാൽ നമുക്ക് അതിനകത്ത് വലിയ ആളാവാം. അങ്ങനെ പല ധാരണയുണ്ട്. ഞാൻ STC നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡയമണ്ട് എന്ന കമ്പനി വന്നു, സോപ്പ് പൊടി സംഭവമാണെന്ന് പറഞ്ഞിട്ട്, സോപ്പ് പൊടി എല്ലാവരും മേടിക്കുമെന്ന് പറഞ്ഞിട്ട് സോപ്പ് പൊടി കൊണ്ടുപോയി. എൻ്റെ TCയും ATCയും DTC ഒക്കെ ZTC ആവാൻ പോകുന്നതൊക്കെ ആവേശം കൊണ്ട് ചാടിപ്പുറപ്പെട്ടു. ഇപ്പം എന്ത് സംഭവിച്ചു? ആ ആവേശമല്ല വേണ്ടത്. അപ്പോൾ ആണ് വിചാരിക്കും, ഈ പ്ലാറ്റ്ഫോമിൽ പലരും വിചാരിച്ചത് ആദ്യം വന്നാൽ രക്ഷപ്പെടുന്ന പലരും വിചാരം. ആദ്യം വന്നതുകൊണ്ടാണ് ബെല്ലി സാറൊക്കെ ബെല്ലി സാറായത്. അപ്പോൾ ആ കമ്പനിയിൽ ആദ്യം വന്ന് പെട്ടത് കൊണ്ടാണ് പെട്ടാൽ നമുക്കും ബെല്ലി സാർ ആവാം. കരീം സാറേ അങ്ങനെയാ പറഞ്ഞത്. സജീവ് സാറേ ആദ്യം ഞാൻ വന്ന ബെല്ലി സാർ വന്ന ഐഡിയ അടിച്ചത് കൊണ്ടാണ് ഇതേ WTC ആയത്. അങ്ങനെയാണെങ്കിൽ ബിജു പിക്ക് ഐഡിയ അടിച്ചിട്ട് ഉറുപ്പ് എനിക്ക് കിട്ടിയോ? 2015 ഓഗസ്റ്റ് 12 ഐഡിയ അടിച്ചിട്ട് 2 വർഷം 1 രൂപ എനിക്ക് വരുമാനം കിട്ടിയോ? എനിക്ക് ഏത് റാങ്ക് ഉണ്ടായോ? ബ്രോൺസ് ആയിരുന്നോ ഞാൻ? ഇല്ല, കിട്ടിയിട്ടില്ലെന്ന്. പക്ഷേ 2 വർഷം ശേഷം ഇറങ്ങിയിട്ടും മൂന്നാമത്തെ ITC AIGയിൽ ആരായിരുന്നു? നിങ്ങൾ പറയൂ. മൂന്നാമത്തെ ITC NDCയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ സീലിംഗും അല്ല, ഒരു സാധനവും അല്ല. ലീഡേഴ്സ് പറയട്ടെ. അപ്പോൾ ഈ ബിസിനസ്സിൽ സീനിയോറിറ്റിക്കും ഒരു കണ്ടീഷനില്ലാന്ന്. നിങ്ങൾക്ക് ഈ ആഴ്ച 210 വേണം എന്ന് വെച്ചാൽ ഈ ആഴ്ച 210 കിട്ടാൻ എന്ത് കണ്ടീഷനാണുള്ളത്? നിങ്ങൾ ഓർഗനൈസേഷൻ ലെഫ്റ്റും റൈറ്റും കറക്റ്റ് ആയാൽ നിങ്ങൾ അപ്ലൈ ലീഡർക്ക് 210 കിട്ടുമോ? അപ്ലൈ ലീഡർക്ക് ഒരു സൈഡിൽ 30 ലക്ഷം ബിസിനസ് ഉണ്ടാവും. 30 ലക്ഷം ഒരു സൈഡ് വന്നാൽ അയാൾ സീലിംഗ് ആവുമോ? ഉണ്ടോ? പക്ഷെ തീരുമാനം എടുത്താൽ നിങ്ങൾ ഏതിൻ്റെ മുകളിലും പറക്കും, അതിൻ്റെ ഒരു തടസ്സവും ഇല്ല. ഞാൻ തീരുമാനം എടുത്തു, സീലിംഗ് ആയി. സീലിംഗ് ആയ ആ ആഴ്ചയിൽ, അതിൻ്റെ മുമ്പിലത്തെ ആഴ്ച 5 ലക്ഷം BV ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടാ സീലിംഗ് ആയത്. എൻ്റെ ഇപ്പുറത്ത് സീലിംഗ് ആയ ശേഷം ഉണ്ടായ അവസ്ഥയും, സീലിംഗ് ഒന്നും അല്ല കേട്ടോ, അതിന് ശേഷം
NDC-ന്ന് CTC പോയതും CTC-ന്ന് ITC പോയതൊക്കെ ഫാസ്റ്റാണ്. ഇപ്പോൾ ഏകദേശം 19-20 കോടിയിലേക്ക് മാച്ച് ആവാൻ പോകുന്നു. ഒരു വർഷം കൊണ്ട് 5 കോടി 6 കോടി 8 കോടിയൊക്കെ ഒറ്റ വർഷം കൊണ്ടാണ് വരുന്നത്. അതേ ഞാൻ TC ആവാൻ 1 വർഷം എടുത്തിട്ടുണ്ട്. STC ആവാൻ 2 വർഷം എടുത്തിട്ടുണ്ട്. STC എത്രയാ? 25 ലക്ഷം. ഇപ്പോൾ കഴിഞ്ഞ മന്ത് ക്ലോസിങ്ങിൽ 27 ലക്ഷമാണ് ഒരാഴ്ച നടന്നത്. നിങ്ങൾ പറയൂ, 17 ലക്ഷത്തിന് മുകളിൽ എത്ര നടന്നാലും പൈസ കിട്ടുമോ? എത്ര കിട്ടുക? 17 ലക്ഷത്തിന്റെ മുകളിൽ വന്നാൽ 2.10 എന്നല്ലേ പറഞ്ഞത്? 12 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം വന്നാലും ഒരു ഗ്ലാസ്സിൽ എത്ര വെള്ളം നിറഞ്ഞാലും അത് പുറത്തേക്കല്ലേ പോകുന്നത്? വീണ്ടും നമ്മൾ ഒഴിക്കുമോ? അപ്പോൾ ഒഴിക്കേണ്ടത് പറയാൻ പറ്റുമോ? ഞാൻ കരീം സാറിനോട് പറയാ, നിങ്ങൾ ഒഴിക്കി നിർത്തുമെന്ന് പറഞ്ഞാലോ നിങ്ങൾ നിർത്തുവോ? നിർത്തൂല. അവിടെയാണ് വാഷ് ഔട്ട്. ഒരു ഓർഗനൈസേഷനിൽ എത്ര ബിസിനസ് നടന്നാലും മാച്ചാവും. പക്ഷേ 17 ലക്ഷത്തിന്റെ വരുമാനമേ ഒരാഴ്ചയ്ക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, നിങ്ങൾക്ക് 3 ഐഡിയ ഉണ്ടോ? എന്തിനാ 3 ഐഡി? ലീഡർമാർക്ക് പൈസ ഉണ്ടാക്കാനാ? നിങ്ങൾ വീട്ടുകാർക്ക് ഐഡിയ അടിച്ചിക്കോ? വീട്ടുകാർക്കൊന്നും ഐഡിയ വേണ്ട. എന്താ കൊണ്ട് അടിക്കാത്തത്? മക്കളെ, നിങ്ങൾ കരയും, നിങ്ങൾ പശ്ചാത്തപിക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചത് സംഭവം ഓൾക്ക് വേണ്ടിയിട്ട്, ലീഡർമാർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള വിചാരമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളെ വീട്ടുകാർക്ക് നിങ്ങൾ ഐഡിയ അടിച്ചിട്ടില്ലെങ്കിൽ, എന്നിട്ടാണ് നിങ്ങൾ സ്വന്തക്കാർ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ITC ഇപ്പൊ 10-20 കോടി വന്നിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് IDക്ക് ഒരു സൈഡ് എത്ര ഉണ്ടാവും? 20 കോടി ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലം 52 കോടി. 52 കോടിയിൽ ഒരു ID ഉണ്ടെങ്കിൽ ഒരു സൈഡ് 52 കോടി ഉണ്ടാവുമോ? ഒരു സൈഡ് ഉണ്ടാവുമോ? അപ്പൊ നിങ്ങളുടെ എല്ലാവരും മെയിൻ ID, സെക്കൻഡ് ID നിങ്ങൾ തുറന്നു നോക്കിക്കോ. തേർഡ് ID സെക്കൻഡ് ID തുറന്നു നോക്കണമെങ്കിൽ അതിനൊരു ചാവി ഉണ്ട്, 10 അക്ക നമ്പറും ഉണ്ട്. തുറന്നു നോക്കിനോ? ആരും തുറന്നു നോക്കിയിട്ടില്ല. പക്ഷേ സെക്കൻഡ് ID റീപർച്ചേസ് ചെയ്യുന്നുണ്ട്. 5 വാങ്ങി 10 വാങ്ങി 5 വാങ്ങി ഇതിങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇത് തുറന്നു നോക്കിയിട്ടില്ല. അതിൽ പാൻ കാർഡും കൊടുത്തിട്ടില്ല, NEFT കൊടുത്തിട്ടില്ല. മെയിൻ ID കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഐഡിയ അങ്ങ് ആവുമല്ലോ. എൻ്റെ ID ഞാൻ കടയിൽ തന്നെയാണല്ലോ. നിങ്ങൾ വീടിൻ്റെ മെയിൻ ചാവി തുറന്നു കഴിഞ്ഞാൽ എല്ലാ റൂമിനും ഡോർ ഉണ്ടെങ്കിൽ അത് തുറക്കുമോ? ഒന്ന് തുറന്നാൽ അതുപോലും ബോധമില്ല. ഇത് 3 കടയാണ്, അത് എൻ്റെ പേരിൽ തന്നെയുള്ള കടയാണെന്നുള്ളതും, എൻ്റെ വീട്ടുകാർക്ക് വൈഫിന് 3 കട എടുക്കാമെന്നും, എൻ്റെ വീട്ടിൽ 18 വയസ്സായ ആൾക്കാർക്കൊക്കെ ID ഉണ്ടെന്നും, IDയിലൊക്കെ 2.10 എടുക്കാൻ പറ്റുന്നു, ഒരാൾക്ക് 3 IDയുമേ എടുക്കാൻ പറ്റുന്നു. ഇതൊരു കണ്ടീഷനിൽ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ ഒരു ധാരണയിൽ ആർക്കോ വേണ്ടി പഠിക്കുകയില്ല, എല്ലാം അറിയാനുള്ള ഭാവം വെച്ച് പോവുക. നിങ്ങൾ ആദ്യം നിർത്തേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള ഭാവം, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ കഴിവ് ഇതങ്ങ് ഒഴിവാക്കിയായി. നിങ്ങൾ വലിയ സംഭവമായിരിക്കും. ഞാൻ കുറേ ഓണം ഉണ്ട ആളാ, ഞാൻ ആരാ മോയെ, എന്നെയാണ് ഓൻ പഠിപ്പിക്കുന്നത്, ഓൻ ആരാ മോയെ, അതും വെച്ച് ഇതിൽ അളക്കണ്ട. നിങ്ങൾ ആര് മോനാണെങ്കിൽ എന്ത് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ലോകം കണ്ട എക്സ്പീരിയൻസ് അത് ഇവിടെ വെച്ചോളൂ. അത് ഇതിൽ വേണ്ട. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു ഉറുപ്പ്യ കിട്ടൂല. മാർക്കറ്റിങ്ങിലാണ് എൻ്റെ കഴിവ് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞൊരു ഉരുവ കിട്ടിയിട്ടില്ല. മാർക്കറ്റിങ്ങിൽ ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല. മാർക്കറ്റിങ്ങിലാണല്ലോ ഇത്. അതാണ് സത്യം. നിങ്ങൾ ഈ മേഖലയിൽ വിജയിക്കണമെങ്കിൽ മനോഭാവത്തിൽ മാറ്റം വരുത്തണം. നിങ്ങളെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയേ മതിയാവും. അതിൽ മാറ്റം വരുത്താണ്ട് നിങ്ങളിത് ചെയ്യണ്ട. നിങ്ങൾ ITC ആവൂലെന്ന് ആണെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം മാറണം. മാറാണ്ട് എങ്ങനെയാ? അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിൽ പറയുന്ന ലീഡേഴ്സ് പറയുന്ന കാര്യത്തിൽ വെള്ളം ചേർത്താൽ നടക്കൂല. ഞാൻ ലീഡർമാർ പറഞ്ഞ കാര്യത്തിൽ ഒരു വെള്ളം ചേർക്കാണ്ട് അനുസരിച്ചതാണ് ഫാസ്റ്റായിട്ടായത്, 3ാമത്തെ ITC ആയത്. എൻ്റെ ഒരു കഴിവല്ല. ഞാൻ എൻ്റെ ലീഡർമാർക്കൊപ്പം നിന്നു, ഒന്ന് കമ്മിറ്റ്മെന്റ് കാണിച്ചു. സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങനെ സ്നേഹിക്കണം. താൽക്കാലിക ലാഭത്തിന് വല്ല സ്നേഹം പാടില്ല. എന്തേ കിട്ടുമെന്ന് വിചാരിച്ചുള്ള സ്നേഹം ഉണ്ടല്ലോ, അതും ഒഴിവാക്കി. അൺകണ്ടീഷനിലാവും. അതേത് കമ്പനി ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും പ്ലാനിനാണെങ്കിലും ലീഡേഴ്സിനെ ഒരേപോലെ സ്നേഹിക്കാൻ കഴിയണം. അപ്പോൾ ലീഡർ മാത്രം സ്നേഹിച്ചാൽ മതിയോ? നിങ്ങൾ ടീമിനെ അതുപോലെ സ്നേഹിക്കാൻ കഴിയണം. റിലേഷൻഷിപ്പ്, ആ ബന്ധം അങ്ങനെ കാത്തുസൂക്ഷിച്ചാലേ
നിങ്ങൾ പിടിച്ചാൽ കിട്ടൂല. ഞാൻ ചലഞ്ച് ചെയ്യും. നിങ്ങൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ 100% യൂസ് ചെയ്ത ആളുകളാണോ? ഈ പ്രൊഡക്റ്റുകളിൽ ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് വേണ്ടാത്ത പ്രൊഡക്റ്റ്? ഈ കമ്പനി ഇറക്കുന്ന പ്രൊഡക്റ്റിൽ ഏതാണ് നമുക്ക് വേണ്ടാത്തത്? ആവശ്യമാണോ അത്യാവശ്യമാണോ? ഇത് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇതത് വന്നിട്ട് കഴിക്കേണ്ട ആളുക വരാതെ നോക്കാൻ. ഒരു പനി പോലും നമുക്കൊരു ലക്ഷണമുണ്ട്, ചെറിയ പനീൻ്റെ ഒരു ലക്ഷണം വരുന്ന സമയമില്ലേ, ഒരു മൂക്കിനൊക്കെ ഒരു അസ്വസ്ഥത വന്നിട്ട് ഒരു തുമ്മലൊക്കെ വന്നിട്ട് ഒരു വല്ലാത്തൊരു അസ്വസ്ഥത, അപ്പം നമുക്കറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ സമയത്ത് പോലും ആ ബിലോ 30 എടുത്ത് കഴിച്ചാൽ പ്രോനാസിക മൂക്കിലൊറ്റിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു അതിന് അന്നപ്പോൾ സമയത്ത് തന്നെ ആ ഒരു ഫൈറ്റിംഗ് നടക്കും. ഉം. ഇങ്ങനെ ബോഡിക്ക് ആവശ്യമുള്ള ഔഷധ ഗുണമുള്ള ഫുഡ് സപ്ലിമെന്റ്, അതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരവും, എന്നിട്ടും പേടി. ആ പേടിയാണ് നമ്മളെ ശാപം. ആ പേടി മാറണമെങ്കിൽ ലേണിംഗ് കൂടണം. ലേണിംഗ് എത്ര കൂടുന്നു അപ്പോൾ അതിൽ സ്മാർട്ടസ്റ്റ് ആവും, പേടി കുറയും. പേടി കുറയാണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യണ്ട. നിങ്ങൾ ഈ സാധനം പേടിച്ച് പേടിച്ച് ചെയ്തിട്ട് വിജയിക്കൂല. വിജയിച്ച ചരിത്രമില്ല. പേടി വെറുതെയാ. പണ്ട് ടൈപ്പ് കീബോർഡിലേക്ക് നോക്കാണ്ട് അങ്ങോട്ട് നോക്കി അടിക്കുന്നു. ഞാൻ പറഞ്ഞു, മാഷെ പൈസ തിരിച്ചു തരാൻ പറ്റുമോ? ഇത് നടക്കൂല. കാരണം എന്താ? അങ്ങോട്ട് നോക്കിയിട്ട് കയ്യൊന്നും ഇത് ഈ കീബോർഡ് നോക്കാണ്ട് അടിച്ച സമയത്ത് നടക്കൂലാണ്. മാഷ് പറഞ്ഞു, മോനെ ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നല്ല. ഇനി എ നോക്ക്, ആദ്യം എടി ബി എവിടെയാ, ബി എവിടെയാ വെച്ചത്? എന്റെ അടുത്തല്ല ബി ഉള്ളത്, ബി എവിടെയോ കിടക്കുന്നത്. ഇതെന്താ സംഭവം? അപ്പം അതാണ് പഠിക്കേണ്ടത്. അങ്ങനെയല്ലേ? നിങ്ങളെ കീബോർഡിൽ നോക്കിയിട്ട് എന്റെ അടുത്താണോ ബി ഉള്ളത്, ബിന്റെ അടുത്താ സി ഉള്ളത്? ആണോ? ABCDEF അങ്ങനെയല്ലേ? അതാണോ കീബോർഡിലുള്ളത്? അപ്പം ഒരു കാര്യത്തെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാലോ, 2 മാസം 3 മാസം ആകുമ്പോൾ ആ കുട്ടി ചെയ്യുന്നതിനേക്കാളും സ്പീഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ബെസ്റ്റ് ടീച്ചർ. നിങ്ങൾ ഏത് മേഖലയാണെങ്കിലും അവിടെ ഫീൽഡിൽ പോയിട്ട് അടി കിട്ടണം. ഫീൽഡ് വർക്ക് ചെയ്ത് അടി കിട്ടണം. നിങ്ങളെ സ്വന്തക്കാര്, സ്വന്തം എന്ന് പറയുന്ന ചങ്ക് എന്ന് പറയുന്ന ആള് 10 പ്രാവശ്യം പറഞ്ഞാലും വരരുത്. വരരുത്. 11ാമത്തെ പ്രാവശ്യം പറയണമെങ്കിലേ നിങ്ങൾ മനുഷ്യനായാ പറയൂല എന്നാ ഞാൻ പറയാ. ആ ലെവലിൽ ആറ്റിറ്റ്യൂഡ് മാറണം. നിങ്ങൾ ചങ്കാണ്. ബെല്ലിസാറിന്റെ ചങ്ക്. ബെല്ലിസാറെ വിളിച്ചിട്ട് വന്നിട്ടില്ലെന്നേ. ഒന്ന് വിളിച്ചാല് അടിക്ക് പ്രശ്നത്തിനും വേണ്ടിയിട്ട് വിപ്ലവം ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാർ ഇത് വിളിച്ചപ്പോൾ വന്നിട്ടില്ല. വരരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വന്തം 10 പ്രാവശ്യം വിളിച്ചാലും വരരുത്. അപ്പൊ നിങ്ങളെ ഈഗോ എങ്ങനെ ഉണ്ടാവും? തിളയ്ക്കൂലേ? അങ്ങനെ തിളപ്പിക്കണം. വരാൻ പാടില്ല. അവിടെയാണ് എന്നിട്ട് വിജയിച്ച് കാണിക്കാനുള്ള ഒരു ചങ്കൂറ്റം നിങ്ങൾ കാണിക്കണം. ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് വന്നത്. അവിടെ വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള തീരുമാനം എടുക്ക്. നിങ്ങൾ ID തുറക്കുക ആദ്യം. എന്നിട്ട് ഇപ്പോൾ ITC നടിക്കുക. ചെറിയ റാങ്കൊക്കെ വിട്ട് നിങ്ങൾ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്താവണമെന്ന് ആഗ്രഹിക്കുക ആദ്യം. എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ഇന്ന് 10,000 രൂപ വേണമെങ്കിൽ ഇന്ന് 10,000 രൂപ, ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് 8 മണിയാകുമ്പോൾ 10,000 രൂപ വേണമെങ്കിൽ ഇതിൽ പോസിബിൾ അല്ലേ? ലേഹ്യം 10 എണ്ണം മേടിച്ചിട്ട് വിൽക്കാൻ പറ്റുമോ? പറ്റൂലേ? ഇതിലേത് ഉൽപ്പന്നം വിറ്റാല ലാഭം കിട്ടാത്തത്? ഞാൻ എൻ്റെ ജോലി വിടാൻ കാരണേ, അന്ന് ഒരു ലേഹ്യം വിറ്റ 405 ഉറുപ്പിക കിട്ടിയായിരുന്നു. ഇന്ന് 380. MRPയിൽ അതിൽ മാറ്റം വന്നു. 10 എണ്ണം വിൽക്കാൻ എനിക്ക് 2 മണിക്കൂർ വേണ്ട. ചുമ്മാ വന്ന് ഞാൻ ഒരു കാര്യം പറയാറില്ല. ഞാൻ ഡയമണ്ടാണ് വിറ്റത്. ഡയമണ്ട് വാങ്ങിയ പണയം വെക്കാൻ പറ്റില്ല. ഞാൻ ഡയമണ്ടാണ് വിറ്റെന്ന്. അല്ലാണ്ട് കല്യാണത്തിലേക്ക് ചുണലാവുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ പെർഫോമിങ് ചെയ്യാണ്ടൊന്നും ഒരു മുന്നോട്ട് ഒരു ഇന്റർവ്യൂ പോലും വിടൂല. അത് ഒരു കാലത്ത് മാത്രം അങ്ങോട്ട് പെർഫോം ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ കാര്യത്തിലും പെർഫോം ഉണ്ടാവണം. എന്നാലും ഇന്റർവ്യൂവിന് പാസ്സാവും. അല്ലെങ്കിൽ പോയിട്ട് പോലെ ഉണ്ടാവും. അവിടെ ഞാൻ ചോദിക്കുന്നത് 10 കവചപ്രാവശ്യം 2 മണിക്കൂർ വേണ്ടാന്ന് എന്നോട് ചലഞ്ച് ചെയ്യാണ്ടോ?
അപ്പോൾ ആ കാലത്ത് എൻ്റെ കല്യാൺ ജ്വല്ലറി വിടാനുള്ള ഗുണം ഉണ്ടായത് കവചപ്രാശ. ഒരാളെ ബോഡിയിൽ 3 ബോട്ടിൽ കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഒരാളെ ബോഡിയിൽ 3 ബോട്ടിൽ കവചപ്രാശം തീർത്താൽ, ഒരു വർഷത്തിൽ തീർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ചലഞ്ച് ചെയ്യാണ്ടോ? വെറുതെ പറയാം. അതിൻ്റെ ക്വാളിറ്റി ആരാ പറയുന്നത്? നിങ്ങൾ മിനിസ്റ്റിൻ്റെ സൈറ്റ് തുറക്കൂ, QCIൻ്റെ സൈറ്റിൽ പോയിട്ട് നോക്കൂ, മുൾത്താനി ഫാർമ അല്ലെ സൂര്യ ഹെർബൽസ് തുറക്കൂ, നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നോക്കൂ, ബ്രാൻഡ് നോക്കൂ നമ്മുടെ. അപ്പോൾ പലരും വേഗം നമ്മുടെ MIനെ കാണുന്നില്ല. MIൻ്റെ ബ്രാൻഡ് ഏതാ? കമ്പനിയുടെ ബ്രാൻഡിലല്ലേ കിട്ടിയത്. എലമെന്റ്സിന്റെ ഓണൻ്റെ ഓണും ഇത് ഉണ്ടാക്കുന്ന ആരാ? മുൾത്താനി ഫാർമ ആരാ? സൂര്യ ഹെർബൽസ് ആരാ? സിപ്ലക്ക് അടക്കം ഉണ്ടാക്കുന്ന ആരാ? സൂര്യ ഹെർബൽസാ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിനെ 10 എണ്ണം വിൽക്കാനേ, 20 എണ്ണം വിൽക്കാനേ കട ഉണ്ടേ വിൽക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് 10,000 രൂപ വേണേ ഒന്ന് ഫീൽഡിൽ പോയി നോക്കൂ. ഞാൻ ഫീൽഡിൽ പോയിട്ടുണ്ട്. അവിടെ ടാർഗറ്റ് വേണം. നിങ്ങളൊരു ജോലിയിൽ 20,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണെങ്കിൽ, 20,000 രൂപ, വെറും 20,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണെങ്കിൽ മിനിമം എത്ര കഷ്ടപ്പെടാൻ കാണണം ഒരു ദിവസം? ഞാൻ കല്യാൺ ജ്വല്ലറിൻ്റെ ബ്രാഞ്ചില്ലേ നിങ്ങളുടെ കുറ്റിയാടി ഉണ്ടോ? ബ്രാഞ്ചിൽ പോയിട്ട് ചോദിക്കൂ, ഒരു സ്റ്റാഫ് ഫീൽഡിൽ പോയിട്ട് എത്ര കസ്റ്റമറെ കാണണം ഒരു ദിവസം എന്ന്? 5 മതിയോ? 5 കൊണ്ട് മാനേജർ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ വിവരം അറിയൂ. 20 കസ്റ്റമർ മിനിമം കാണണം. 20 കസ്റ്റമർ കണ്ടിട്ട് മാനേജർ ആവുമെന്ന് വിചാരിക്കാൻ വേണ്ട. ഒരു പ്രമോഷൻ കിട്ടണമെങ്കിലേ 20 കസ്റ്റമർ കണ്ട ഒന്നും നടക്കൂല. നടക്കില്ലെന്നേ. ഞാൻ പ്രൂവ് ചെയ്തിട്ട് പറഞ്ഞ ആളാ. ഫീൽഡിൽ നിന്ന് തന്നെ കയറി വന്ന ആളാ. കല്യാണിൻ്റെ ഫീൽഡിൽ നിന്ന് തന്നെ മാനേജറായത്, അല്ലാണ്ട് മാനേജറായിട്ട് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ഇല്ല. അവിടെയാണ് നിങ്ങൾ ഒരു ടാർഗറ്റും ലക്ഷ്യവും ഇല്ലാണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പം പലരും വിചാരിക്കുന്നത് വേറെ ഏതെങ്കിലും കമ്പനി വരികയാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടുമെന്ന് നോക്കി ഇങ്ങനെ നടക്കുക. ഈ കണ്ണ് പൊട്ടം ആള്, കണ്ണ് കാണാത്ത ആൾക്ക് ഒരു സപ്പോർട്ടിങ് ഒരു ഊന്നുവടി ഉണ്ടാവില്ലേ, അതിങ്ങനെ എല്ലാവരെയും കുത്തും, ചടിയിലും ചാണകത്തിലും ഒക്കെ കുത്തും. വടി മണത്ത് കഴിഞ്ഞാൽ കളഞ്ഞേക്കും. ഇപ്പം തൽക്കാലം കിട്ടുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കണ്ട, കിട്ടൂല. 100% ഈ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ ഉറപ്പിക്കുക. ഇത് ചെയ്താൽ മതി. 100%. 1% കുറഞ്ഞാൽ വെള്ളം തിളയ്ക്കൂല. തിളച്ചിട്ടില്ലെന്നേ, ഗ്യാസ് തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്ത് കുത്തിരിക്കുക, അല്ലാണ്ട് വെള്ളം തിളയ്ക്കൂല. 100% കോൺഫിഡൻസ് ഉണ്ടോ? നിങ്ങൾ ഈ ബിസിനസ് അവസരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? കോപ്പി അടിക്കുന്നൊരു പരിധിയുണ്ട്. കോപ്പി അടിക്കണത്തിന് അത്യാവശ്യം ഒരു വിവരം വേണം ഇതിനെപ്പറ്റി. ഒന്ന് ഇല്ലേ, മാഷ് പറയട്ടെ, കരീം സാർ പറയട്ടെ, കോപ്പി അടിക്കണമെങ്കിൽ വെറും കോപ്പി അടിക്കാൻ പറ്റുമോ? ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഉണ്ടായാലും പെട്ടെന്ന്, അല്ലെ ഇത് വായിക്കാൻ പറ്റുമോ? എത്ര റിസ്ക് ഉണ്ട് കോപ്പി അടിക്കാൻ പറഞ്ഞാൽ. അപ്പോൾ അത്യാവശ്യം വിവരം നമുക്ക് ഉണ്ടാവണം. അപ്പം നമ്മൾ ചെയ്യുന്ന മേഖല എന്താണെന്നും ഈ കമ്പനിയുടെ ഉദ്ദേശം എന്താണെന്നും. കമ്പനി പറയുന്നത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് പിൻ ടു പ്ലെയിനാ. അതിൽ പെട്രോൾ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു കമ്പനി. MD പറഞ്ഞു കഴിഞ്ഞ കാര്യം, MD എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ MD എന്തെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഇന്ന് വന്നില്ലെങ്കിൽ, ഞായറാഴ്ച പറഞ്ഞെങ്കിൽ തിങ്കളാഴ്ച വന്നില്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ബുധനാഴ്ച വന്നിരിക്കും. അതാണ് മക്കളെ ഇതിൻ്റെ മാനേജ്മെന്റ്. ചില്ലറ കളിക്കാരല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കമ്പനി മാനേജിനെ അളക്കാൻ ഒരളവ് പോലില്ല. ലോകത്ത് ഏത് കമ്പനി വന്നാലും നെറ്റ്വർക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ് വേണം. കോടികൾ എറിഞ്ഞിട്ടുണ്ടാക്കിയ എക്സ്പീരിയൻസ്, കോടികൾ. നിയമപ്രശ്നമുണ്ടായ സമയത്തും കോടികൾ എറിഞ്ഞു. എന്തുകൊണ്ട്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ആശയം ഇന്ത്യയിൽ ബൂം ചെയ്യും. ഇന്ത്യയിൽ ഒരാൾക്ക് പോലും ഒരു പ്രൊഡക്റ്റും റിജക്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് കമ്പനിക്ക് അറിയാം. അതുകൊണ്ടാണ് വെൽനസ്സിന് കമ്പനി കോടികൾ മുടക്കിയത്. ഞാൻ പൊട്ടന്മാരെന്ന് വിളിച്ചിട്ടുണ്ട് കമ്പനീനെ. കാരണം എന്താ അറിയോ? ഈ മരുന്ന് ഔഷധ ഗുണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് ഗുണമുണ്ടെങ്കിൽ ഇതിനെ ബോധവൽക്കരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഇത് ഒരാൾ നെറ്റ്വർക്കേ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഈ പ്രൊഡക്റ്റും കൊണ്ടുപോയാൽ പിന്നെ എന്ത് സംഭവിക്കും? എൻ്റെ 2 വർഷം ഞാൻ എൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും എൻ്റെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഞാനൊന്ന് അളന്നു നോക്കി. എനിക്ക് 2 വർഷമാണ് പോയത്. ആ പോയ പോക്കേ മക്കളെ കോടികൾ പോയി. കോടികൾ. ഞാൻ WTC കഴിഞ്ഞ മോൾ പോകേണ്ട ആളാ.
എൻ്റെ ടീം അങ്ങോട്ട് ഒരു സൈഡും പോയി കംപ്ലീറ്റ് അനുഭവിച്ചു. തീരുമാനം എടുക്കാനുള്ള ശക്തി എനിക്ക് കിട്ടിയില്ല. കാരണം നമ്മൾ നട്ടല് പോയാൽ പിന്നെ നമുക്ക് എന്തുണ്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ടു പോയി. വീടുമില്ല, വണ്ടിയുമില്ല, കൊച്ചുമില്ല. 9 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചുമില്ല. പിന്നെ എന്ത് സുഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവുമോ മക്കളെ കുടുംബത്തിൽ? ആ അനുഭവിച്ചു പോയിട്ടുണ്ട്. ദൈവം ഭയങ്കര. ദൈവം ഭൂമിയിൽ എന്തെങ്കിലും നമുക്ക് തരണമെങ്കിൽ എല്ലാ പരീക്ഷണം നടത്തും. അല്ലാണ്ട് വെറുതെ തരൂല ഒന്നും. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ തന്നതല്ല, നിങ്ങൾ അതിന് യോഗ്യത കാണിച്ചു കൊടുത്തോണ്ട. അല്ലാണ്ട് കിട്ടൂല. ഇന്നലകൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം കിട്ടിയിരിക്കും. അത് നിങ്ങൾക്ക് ഇവിടെ എടുത്ത എഫേർട്ടാണോ, ഗൾഫിൽ പോയി എടുത്താണോ, നിങ്ങൾ എവിടെയെങ്കിലും ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയൂ. നിങ്ങൾ ഈ ഭൂമിയിൽ ഇത്ര വയസ്സായതിനു ശേഷം ആത്മാർത്ഥതയോടുകൂടി ഭൂമിയിൽ എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ടോ? അതിന്റെ ഫലം കിട്ടിയിരിക്കും. ഞാൻ ഈ മാർക്കറ്റിങ്ങിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ 6 വർഷം ചോര നീരാക്കി കൊച്ചിയിലാ. ആ കൊതുക് കടി അതിന് വേണം തന്നാലും 1,00,000 തന്നാലും ഒക്കൂല. ഞാൻ സ്വർഗത്തിൽ ജീവിക്കുന്നത് ഞാൻ 6 വർഷം കൊച്ചിയിലാ ചോര നീരാക്കിയ മാർക്കറ്റിംഗ് പഠിച്ചത്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ഇതിന്റെ പേരന്റ് കമ്പനിയിൽ നിങ്ങൾ പറയൂ, ഇതിന്റെ പേരന്റ് കമ്പനി എന്നെ അറിയുന്നോളൂ പറയട്ടെ, ബിജു ആരായിരുന്നു? ഇപ്പല്ല, ഇപ്പം നിങ്ങൾ എന്നെ വീട്ടേക്ക്, ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഇതിനകത്ത് വന്നത് ലാസ്റ്റാ. എനിക്ക് സമയമില്ലായിരുന്നു. ഞാൻ പറയില്ലേ, നട്ടല് പൊട്ടി ഇവിടെ ഒന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ നിങ്ങളൊന്നും സപ്പോർട്ട് എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അതിന്റെ പേരന്റ് കമ്പനിയിൽ നിൽക്കുമ്പോൾ പറയട്ടെ, ബിജു ബി കെ ആരായിരുന്നു? അപ്പോൾ ആ ലെവലിലേക്ക് ഇതിൽ ഇറങ്ങാൻ ലേറ്റ് ആയതും ഇതൊന്നും എൻ്റെ പ്രശ്നമല്ലെന്ന്. ഈ നിയമം കൊണ്ടുപോയിട്ട് ഞാനാ ആണോ? അപ്പം ഈ ഒരു മേഖലയെ പറ്റി ഇതിന്റെ ഗുണവും ദോഷവും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ 3 വടിയായിട്ട് വന്ന ആൾക്കാരൊന്നല്ല, താൽക്കാല ലാഭത്തിന് വന്ന ആൾക്കാരുമല്ല. നിങ്ങൾ പല ലീഡർമാരെയും കണ്ടിട്ടുണ്ടാവും. ഇന്നും പറയുന്നത് നാളെ പറയുന്നത് വേറെ ആയിരിക്കും. വേറെ കമ്പനിയിൽ പോയിട്ട് പറയുന്നത്. നിങ്ങളിപ്പം പല കമ്പനിയിൽ വന്നിട്ട് വലിയ സംഭവം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. ഇപ്പം വരുന്ന പല കമ്പനിയിലും ഊണ് എത്രാമത്തെ കമ്പനിയാ? ഉന്നോട് ചോദിക്കി. മുമ്പ് അവൻ എന്തായിരുന്നു പരിപാടി? ഇന്ന കമ്പനി. അതിന്റെ മുമ്പ് ആരായിരുന്നു? ഓ അതോ ഞാൻ കയറിയതാ, മൈ ലൈഫ് ഞാൻ കയറിയതാ. അതിന്റെ മുമ്പ് ഐറിച്ച് ഞാൻ അതിലും മുമ്പ് കയറിയേക്ക്. ഇങ്ങനെ സകല കമ്പനിയിലും കയറി ഇറങ്ങിയിട്ട് മുമ്പ് അറിയാൻ നിങ്ങൾ രക്ഷപ്പെടുത്താന്ന് പറയുന്ന ആണോ? ചോദിക്കുക. നിങ്ങള് മുഖത്തൊക്കെ ചോദിക്കണം എന്ത് കാര്യം ഉണ്ടെങ്കിലും. ആവേശം കൊണ്ട് ചെയ്യാൻ പാടില്ല. 5, 6, 7, 8 കമ്പനിയിൽ വന്നിട്ട് ഓരോ ആൾക്കാരെ കുഴി തള്ളിയിട്ടിട്ട് വീണ്ടും പറയാ രക്ഷപ്പെടുത്തി തരുമെന്ന് പറയാ. ഓ മനുഷ്യനാ? ഇത് ഓൻ പറയും ഇതിനകത്ത് വന്നിട്ട് ഞാൻ രക്ഷപ്പെടുത്തി തരാം. നിങ്ങൾ പറയൂ, ഇന്നലകള് ഒരു പ്ലാറ്റ്ഫോമിനെ മനസ്സിലാക്കാണ്ട് സ്നേഹിക്കാണ്ട് വന്നിട്ട് പറയാം. കുറച്ചൊരിത് വേണ്ടേ? നിങ്ങൾ സ്വന്തമായാലും ബന്ധുവാണെങ്കിലേ നല്ലതിനെ സ്വീകരിക്കാൻ പറ്റൂ. ഞാൻ പറയും, ഒരു ഉറപ്പ് പറഞ്ഞു തരാം, മൈ ലൈഫ് ഇല്ലെങ്കിൽ നമ്മളില്ല. ഈ നിയമപ്രശ്നം ഉണ്ടായ സമയം ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യം അതാ, ഈ കമ്പനി മാനേജ്മെന്റ് ആണ് ഇനി നെറ്റ്വർക്ക് കൊണ്ടുവരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളില്ല. കരീം സാർ പറയട്ടെ, ഞങ്ങൾ ഒരു കമ്പനി വന്ന സമയത്ത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് അതിലൊന്നും ചെയ്യിച്ചതാ? ഇല്ല. ഈ പ്ലാറ്റ്ഫോം, ഈ കമ്പനി മാനേജ്മെന്റ് അവരുണ്ടെങ്കിൽ ഞങ്ങളുണ്ട്. ഇപ്പോൾ 50 കോടി കൂട്ടത്തിലാന്ന് പറഞ്ഞ് ബെല്ലൻ സാർ എടുത്ത് വീട്ടിൽ പോയാൽ 50 കോടിയും കൊണ്ട് ബെല്ലൻ സാറെ താമരശ്ശേരി പോയി കഴിഞ്ഞാൽ കരീം സാറേ ആ കമ്പനിയിലേക്ക് ബെല്ലൻ സാർ പോവോ? ഇല്ല. കോടികളല്ല, 50 കോടി ഒരാഴ്ച കിട്ടുമെന്ന് നമുക്കറിയാം. അതാ പ്ലാറ്റ്ഫോം. അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ട് അങ്ങ് പോകുന്ന ആൾക്കാരല്ല. അതാണ് ലീഡേഴ്സ്. ഇവിടെയാണ് കമ്പനിയും പ്രൊഡക്റ്റും പ്ലാനും ടീമും റെഡിയാ, കമ്മിറ്റ്മെന്റ് എല്ലാം റെഡിയായി. നിങ്ങൾക്ക് എത്ര വേണം തീരുമാനം എടുക്ക്. ഇപ്പൊ നിങ്ങൾ മൈ ഗോൾഡിൽ പോയി നോക്ക്. നിങ്ങൾ TC ATC ETC ഒന്നും അടിക്കണ്ട. ആദ്യം അടിക്കേണ്ടത് ITC അടിക്കി. ITC ആവാൻ എത്ര വേണം, ഇപ്പൊ എത്ര കുറവുണ്ട് അത് കാണിക്കും. ആ എഴുതി വെക്ക്, പണി തുടങ്ങാം. ലൈസൻസ് എടുത്തല്ലോ നമ്മൾ എന്തായാലും. ലൈസൻസ് എടുക്കാൻ നിങ്ങൾ ഇപ്പം പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ലല്ലോ. ഇതിനകത്ത് വന്ന ആൾക്കാർ ലൈസൻസ് എടുത്ത ആൾക്കാരല്ലേ. വണ്ടി ഓടിക്കാൻ നമ്മൾ പഠിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ ആണ് പേടി മാറുക. അല്ലാണ്ട് നിങ്ങൾ എന്ത് കളിച്ചാലും പേടി മാറൂല. ലൈസൻസ് എടുത്ത ആൾക്കാർ നിങ്ങൾ പറ, വണ്ടി ഓടിച്ചോ? എന്താ ഓടിക്കാത്തത്? ലൈസൻസ് ഉണ്ട്. ഓ ലൈസൻസ് എങ്ങനെയൊക്കെയോ കിട്ടിയിട്ടുണ്ട്, ഓടിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ITC ആവണം. എത്ര സമയം കൊണ്ട്?
നിങ്ങളെ പ്രശ്നങ്ങൾ ആദ്യം എഴുതി വെക്ക്. നിങ്ങളുടെ സൊല്യൂഷൻ 1,20,00,000 ക്യാഷ് വക്ക് പോട്ടാണ്ട് കിട്ടും. ഞാൻ ഒരു ഐഡിയ 2.5 കോടി 3 കോടിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. ക്യാഷ് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഒരു ഐഡിയ. കളി തുടങ്ങിയിട്ടില്ല. യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇതിൽ പ്രവർത്തിച്ച എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും ഇത്ര സമയം ഉണ്ടാക്കാൻ പറ്റുമെന്നും വിജയിച്ച് കാണിച്ച ലീഡേഴ്സ് ഉണ്ട് ഇപ്പം ഉണ്ടല്ലോ. ഏത് കാറ്റഗറിയിലുള്ള ആളുകൾ നമുക്ക് കാണിച്ചു തന്നില്ലേ? നിങ്ങളുടെ നാട്ടിൽ തന്നെ പറയൂ. വേളം പഞ്ചായത്തിലെ അത്ര പ്രതിസന്ധിയിൽ നീന്തിക്കിടന്ന ആളല്ലേ ലീഡർ ശ്രീധരൻ സാർ? അല്ലേ? ആണോ അല്ലേന്ന് വീട്ടിൽ പോയി നോക്കൂ നിങ്ങളിന്ന്. ചുമ്മാ പറയാണോന്ന്. എന്തെങ്കിലും വെള്ളം ചേർത്തിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വെള്ളം ചേർത്തിക്കും നിങ്ങൾ നോക്കൂ. ഞാനിപ്പോൾ 2.5 കോടി 3 കോടി കിട്ടി നിങ്ങൾക്ക് വെറുതെ പറയാൻ പറ്റൂ? എൻ്റെ SBI കണ്ട് ഞാൻ എൻ്റെ സ്രാവിയയ്ക്ക് വേണ്ടി സ്കോഡയ്ക്ക് വേണ്ടി ലോണ് പോയപ്പോൾ ബാങ്ക് മാനേജർ ചോദിക്കുക, അല്ല നിങ്ങൾ ആഴ്ചയിൽ വലിയ വരുമാനവും മാസം വേറെ വരുമാനം, ഇതെന്താ സംഭവം? മാസ വരുമാനം വേറെ ഉണ്ട്, ഇവർക്കൊക്കെ മാസമേ ഉള്ളൂ. ഈ ആഴ്ചയിൽ വലിയതു ചെറുത് മാസത്തിലൂ, ഇതെന്താ പരിപാടി? ഞാൻ പറഞ്ഞത് കമ്പനി വെറുതെ ചായ പിടിക്കാൻ തരുന്ന വേറൊരു പൈസ ഉണ്ട്. ലോയൽറ്റി വേറെ, പെർഫോമൻസ് വേറെ. വിറ്റ പൈസയോ അതെവിടെയാ കാണിയാ? വാങ്ങി വിറ്റ പൈസ എവിടെയാ ഉണ്ടാകുക? നിങ്ങളെ പോക്കറ്റിലല്ലേ? അത് കാണാൻ പറ്റുമോ? മറ്റേ കാണിക്കാൻ പറ്റൂ? ഞാൻ പറഞ്ഞു 10 കവചപ്രാവശ്യം വിൽക്കണമെങ്കിൽ, പക്ഷെ ഞാൻ ഇന്നുവരെ വിറ്റിട്ടില്ല. വിറ്റാ കിട്ടുമെന്ന് എനിക്ക് ഞാൻ ബോധ്യപ്പെട്ടു. ഫസ്റ്റ് ചലഞ്ച് അതായിരുന്നു. എനിക്ക് വിൽക്കാൻ പറ്റുമോ ഞാൻ നോക്കി കവചപ്രാവശ്യം. എൻ്റെ അമ്മയ്ക്ക് അലർജിക്ക് മാറ്റം വന്ന സമയത്താണ് എനിക്ക് ആ വിശ്വാസം വന്നത്. എൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ വായിച്ചു. നെല്ലിക്ക, അമുക്കുരം, ഇരട്ടിമധുരം, രമ്മി, കുങ്കുമപ്പൂവ്, കടുക്ക, ചിറ്റാമൃത്. അപ്പം ഞാൻ ഇതെല്ലാവരും ചേർത്തുണ്ടാവുമോ? അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ അതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചേർക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല മോനെ, ഉടായ്പ നടക്കൂല. ഞാനേ സകല കളിയും കളിച്ചിക്ക്. നിങ്ങൾ ബാബു ഡോക്ടർ ഇല്ലേ ഇവിടെയുള്ള കല്ലാച്ചിയിലെ? അവിടെ ദിവസം വന്നിട്ടുണ്ട്. അവിടെ ഞാൻ പ്രൊഡക്റ്റ് കണ്ടത്. കല്ലാച്ചിയിലെ കേള വൈദ്യുതിക്കോ? പണ്ട് ഞാൻ കൊടുത്ത് ഈ പ്രൊഡക്റ്റൊക്കെ ഞാൻ ഇവരെ അടുത്ത് പോയ വെറുതെ നല്ല ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഈ സാധനവും ഇത് കറക്റ്റാണോ, ഇത് കൂട്ട്, ഇതിൻ്റെ ഇതുകൊണ്ടല്ലോ ഓരോന്നും. ഞാൻ ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിട്ട്, നല്ല വെള്ളത്തിൽ ഞാൻ ക്യാപ്സൂൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് പ്ലാസ്റ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ആണോ? ഇനി ഒരു കുഴിയിൽ വിൽക്കാൻ പാടില്ല. 100%. ഒരു ലീഡർമാരെ നിങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. 100% ബിലീഫ് നമുക്ക് ഉണ്ടാവണം. അത് തന്നെ മതി. എന്നിട്ട് കളിച്ചാൽ മതി. ഒരാളെ വാക്കും വിശ്വസിച്ച് ചെയ്യണ്ട. കാരണം അവരെ പറ്റിക്കാനും മറ്റവർക്ക് പറ്റും. ബെല്ലി സാറിനെ വേണമെങ്കിൽ മറ്റൊന്ന് പറ്റിക്കാലോ. ഇനി ഒരു വീഴ്ച നമുക്ക് ഭൂമിയിലില്ല. ഇത് അവസാനമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ബിലീഫ് തന്നെയാണ് എന്നെ ഞാനാക്കിയത്. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് എവിടെയോ നിങ്ങളൊരു പോരായ്മയുണ്ട്, വളർച്ചയ്ക്ക് തടസ്സമായിട്ട് തോന്നുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ തടസ്സം എന്താണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊരു ആ പേടി എന്താ? ഛർദ്ദിപ്പിക്കൂ. ചോദിക്കും, മുഖത്ത് നോക്കി ചോദിക്കുക അവരോട്, എന്താണ് നിങ്ങളെ പ്രശ്നം? നെറ്റ്വർക്ക് മാർക്കറ്റ് എന്താ പ്രശ്നം? എന്നോട് പറയണം, പറഞ്ഞിട്ട് പോയാൽ മതി. കേട്ടാൾക്കൂടെ ചോദിക്കൂ. എവിടെയോ ഒരു പ്രശ്നം, ഏതോ ഒരു കമ്പനിയിൽ ആടാ കുടുംബത്തിൻ്റെ ഷെയർ ഓഫിൻ്റെ കെയർ ഓഫ് പേടിച്ചു പോയിട്ടുണ്ട്. ആ പേടിയാണ് ഒരു തടസ്സം. അത് കളയൂ. എന്നിട്ട് മെല്ലെ മെല്ലെ കൊടുത്താൽ മതി. പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കണ്ട. വരുമെന്ന് വിചാരിച്ച 50,000, 1,00,000, 2,00,000, 10,00,000 ഒന്നും കമത്തേണ്ട. അതല്ല കച്ചവടം. ഒരു നിരാഹാരം കിടക്കുന്ന ആൾക്ക് പെട്ടെന്ന് മറ്റൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ബിരിയാണിയും കൊടുക്കുമോ? അങ്ങനെയാണോ ചെയ്യാറ്? പതിയെ 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 അങ്ങനെ അവരെ കൂട്ടിപ്പിടിച്ച് അവർക്കൊപ്പം നിന്ന് അവരെ ഓരോ സ്റ്റെപ്പും കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു പോസിബിളാ. അതിന് തെളിയിച്ച ലീഡേഴ്സ് എൻ്റെ കൂടെ തന്നെ എത്ര ഉസ്താക്കന്മാർ. ഉമർ ഉസ്താദിൻ്റെയൊക്കെ പാരമ്പര്യങ്ങൾ പറയൂ. ആ മഹൽ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ഉസ്താദായിരുന്നു. ആ മഹൽ ഏറ്റവും, പന്നൂരിലെ മഹൽ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ഉസ്താദ്. അയാളുടെ എക്സ്പീരിയൻസ് കേൾക്കൂ. വിജയിച്ച ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേൾക്കൂ.
അപ്പം വിജയിച്ചാൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടതാണ്, കുറേ കേട്ടതാണ്, എന്നിട്ട് ഇതും പറഞ്ഞ് നടക്കുക. അതങ്ങനത്തിനല്ലേ. അപ്പം ഞാൻ വന്ന് ബിജു നാളെ തിരിച്ചു പറയാ വേണ്ടത്, ബൈജു എന്ന് പറയണോ, നടുവണ്ണു എന്നുള്ളത് ഉള്ളി എന്ന് പറയണോ? എക്സ്പീരിയൻസ് അത് അതുപോലെ കേട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ആക്കി മാറ്റും. നമുക്ക് വിജയിക്കണമെന്ന് തീരുമാനം എടുക്കും. ആ തീരുമാനമാണ് വിധി നിർണ്ണയിക്കുക. അവിടെ ഞാൻ പറഞ്ഞ പ്ലാറ്റ്ഫോം കറക്റ്റാണ്, ആശയം കറക്റ്റാണ്, കമ്പനി എല്ലാ പ്രോഡക്റ്റും കൊണ്ടുവരും. അപ്പോൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യലാണ്. അതിന് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കണം. ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഡയറി പോലും ഇല്ല. ഡയറി എടുക്കും ഇന്നു മുതൽ. നിങ്ങൾ ID നമ്പർ എഴുതി വെക്കൂ, ലിസ്റ്റ് ഉണ്ടാക്കൂ. ആ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഫോം ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാവൂ. നിങ്ങൾ എത്ര ലിസ്റ്റ് ഉണ്ടാക്കുക, ഫോം ടെക്നിക്ക് യൂസ് ചെയ്യാണ്ട് ചുരുക്കരുത്. ഫോം ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാക്കൂ. FORM, F ഫാമിലി അല്ലെ ഫ്രണ്ട്സ്, അതിൽ തന്നെ എന്താ എന്താ ഓക്യുപ്പേഷൻ, ജോലിയുള്ള ആള്, ആ റിക്രിയേഷൻ ഒഴിവ് സമയം വെറുതെ കളയാത്ത ആൾക്കാർ, പണം കടം വന്ന ആൾക്കാർ. എങ്ങനെ കടം വന്നു അത് നോക്കണേ. കടം വന്നത് എന്തുകൊണ്ടാണ്, പ്രാരാബ്ധം ആയത് എന്തുകൊണ്ടാണ്, കുടുംബക്കാർ മക്കളെ കല്യാണം കഴിപ്പിച്ചു, അല്ലെ പ്രാരാബ്ധങ്ങൾ കുടുംബത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള കടം. ഇല്ലേ കടം ഉണ്ടാവില്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തോട് കടം ഉണ്ടാവും. അങ്ങനെ കടം വന്ന ആൾക്കാർ നമുക്ക് അത്യാവശ്യക്കാരാ, അത്യാവശ്യം വരും ഈ പറഞ്ഞ ഫോം ടെക്നിക്ക്. ഇവർ ബിസിനസ് ചെയ്യൂല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അവർ വന്നിട്ട് ചെയ്തിട്ട് നിങ്ങൾ വിജയിക്കുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇവരൊന്നും ചെയ്യൂല, പക്ഷെ അവർ ചെയ്യും. നിങ്ങൾ വിജയിച്ച് കാണിച്ചു കൊടുക്കും. അവരെ കണ്ട് നിങ്ങൾ വെള്ളം വെക്കണ്ട, തിളയ്ക്കൂല. ഈ ഫോം ടെക്നിക്ക് യൂസ് ചെയ്ത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല, നാളത്തേക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ വെറുതെ ആയി പോവും. അതുകൊണ്ടാണ് പറയുന്നത്, ഞാനൊക്കെ അനുഭവിച്ചതാ. എത്ര കോടി ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ITC ആയപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറൊക്കെ 20 കോടിൻ്റെ അടുത്ത് ഉണ്ടാവൂലേ? 20 കോടിക്ക് ഒരു വിലയില്ലാത്തവന് എന്ത് കാര്യമുള്ളത്? മോശം മനോഭാവവും നെറ്റ് നടക്കൂല എന്ന് പറഞ്ഞ് നടക്കുന്നവനാ. പക്ഷേ ഫോം ടെക്നിക്ക് യൂസ് ചെയ്താണ് നാളെ അവൻ അത്യാവശ്യക്കാരാ. നിങ്ങളെ മാറ്റം കണ്ടിട്ട് അവൻ ഇറങ്ങും. അപ്പം നിങ്ങൾക്ക് അവനെ സപ്പോർട്ട് ചെയ്തൂടെ? അവൻ്റെ ഓർഗ് വന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുത്തേക്ക് 2 നമുക്ക് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തൂടെ? ആ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലേ വിജയിക്കുന്നത്? നിങ്ങൾ ഓർഗനൈസേഷൻ 1ലും 2ലും ഒരേപോലെ സപ്പോർട്ട് ചെയ്തൂടെ മോളിലെ ലീഡർക്ക്? നിങ്ങൾ ഓർഗ് 1 കൂടി മാത്രമേ എന്ന് പറഞ്ഞോ? ഇല്ല. നിങ്ങൾ റെഡിയാവാത്തത് കൊണ്ട് മാത്രം. നിങ്ങൾ റെഡിയാണ്, കൈപിടിക്കാൻ റെഡിയാ ആളുകൾ, ലീഡേഴ്സ്. കാരണം ഒരു ലീഡർക്ക് ഒരു ഓർഗനൈസേഷൻ, നിങ്ങൾ 2 ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് ഒരു സൈഡാണ്. നിങ്ങൾ എവിടെ നടന്നാലും, നിങ്ങൾ സെക്കൻഡ് അഴി നടന്നാലും, നിങ്ങൾ തേർഡ് അഴി നടന്നാലും ഞങ്ങൾക്ക് ഒരേപോലെയാ. നിങ്ങൾ റെഡിയാവണം. അങ്ങ് റെഡിയാണെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ തീരുമാനം എടുക്കുക. ഇന്നലെയൊക്കെ അങ്ങ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടാൽ മതി, അങ്ങ് മാറ്റിയല്ല. ഇന്ന് മുതൽ ഞാൻ ഇത് പഠിക്കും, തീരുമാനം എടുത്തു. അതിന് നിങ്ങൾ നിലവിലുള്ള ജോലിക്കോ നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും തടസ്സമല്ല. 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാന വിധി നിർണ്ണയിക്കുന്നു. അത് നിങ്ങൾക്ക് എവിടെ എന്തൊക്കെ വരുമാനം കിട്ടുന്നുണ്ടോ അതൊന്നും ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇതിൽ സ്നേഹിക്കണം. അൺകണ്ടീഷനിലാവും. അവിടെ ഏറ്റവും സെറ്റ് കമ്പനി ആണെങ്കിലും ലീഡേഴ്സ് ആണെങ്കിലും ഏത് ലീഡർ ആണെങ്കിലും മൈ ലൈഫിൽ വളരുന്ന ഏത് ലീഡറും ഒരേപോലെ സ്നേഹിക്കാൻ കഴിയണം. ആ സ്നേഹം അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുത്തോ, നിങ്ങൾ എന്ത് കൊടുത്തോ, എന്ത് ചിന്തിച്ചോ അതിൻ്റെ 10 മടങ്ങ് കിട്ടാതെ മക്കളെ നിങ്ങൾ ഇതിൻ്റെ അത് ഒരു റാങ്കും ആവൂല. നിങ്ങൾ വിചാരിക്കൂ, ഞാൻ ഉള്ളിലല്ല ചിന്തിച്ചതെന്ന്. 10 മടങ്ങ് അടി കിട്ടാതെ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. അപ്പം വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൊള്ളണം. ഞാനിതും പറഞ്ഞ് മൈ ലൈഫും പറഞ്ഞിട്ട് വെറുതെ സമയം കളയരുത്. മൈ ലൈഫ് പറഞ്ഞിട്ട് വീട്ടുകാരെ പറ്റിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് ID നോക്കും, ID ബ്ലോക്ക് ചെയ്യണം. ആവശ്യമുള്ളപ്പോൾ ചെയ്താൽ മതി. മൈ ലൈഫ് പറഞ്ഞിട്ട് കുടുംബത്തിനെ പറ്റിക്കുന്ന പരിപാടി പറ്റൂല. TC ആയാലും ATC ആണ് ETC ആണ്, ചെയ്യേണ്ട പണി മര്യാദയ്ക്ക് ചെയ്യുക. അത് എന്തൊക്കെയാണ് തടസ്സം അതൊക്കെ ലീഡർമാർ ഷെയർ ചെയ്യുക. എന്തും ഷെയർ ചെയ്യുക അപ്ലൈൻ ലീഡർമാരോട്. ഡൗൺ ലീഡർമാരോട് എത്ര ചങ്കാണെ പോലും ഒരു നെഗറ്റീവും പറയാൻ പാടില്ല. പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് പറയേണ്ടതെന്ന് പറയുന്നത്. പറയേണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ നല്ല കേട്ടോ. പറയേണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും നിങ്ങൾക്ക് അടി. അതല്ലേ പറയേണ്ടതാണ്. നിങ്ങൾ അപ്ലൈനോട് എന്തും പറയാം, പക്ഷെ അപ്ലൈ നല്ല ബന്ധം ഉണ്ടാവണം. അവിടെ ഭാവം വേണ്ട. നിങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും, ആ ഭാവിയിൽ വേണ്ട. അപ്ലൈൻ ആ ബഹുമാനം കൊടുത്തോളണം. അതല്ലേ സത്യം. അങ്ങനെ വളരണം. അങ്ങനെ വളർന്നാലാണ് നിങ്ങൾക്ക് നാളെ അതേപോലെ തന്നെ നിങ്ങൾ ബഹുമാനിക്കും.
അല്ലാണ്ട് നിങ്ങൾ അപ്പേ അങ്ങനെയാണ്. ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തിൽ മാറ്റം വരുത്തൂ. നെഗറ്റീവ് പിശാച, നെഗറ്റീവ് പിശാച. നെഗറ്റീവ് കൊണ്ട് ഒരു നന്മയുമില്ല. അതേത് നെഗറ്റീവ് ആണെങ്കിലും നന്മയില്ലാത്ത സാധനം എടുത്ത് കളിക്കരുത്. ഭൂമിയിൽ ആവശ്യമില്ലാത്ത സാധനം കളഞ്ഞേക്കൂ. ഇന്ന് മുതൽ ഇന്നലെ വരെ ചിന്താഗതിയിൽ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്താൽ അത് മാത്രമേ ഇതിൽ വിജയിക്കാനുള്ള വേണ്ടൂ. വേറെ ഒരു കണ്ടീഷൻ ഇല്ലാത്തില്ല. എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ പഠിക്കാനൊന്നുമില്ല. ഒന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാം. ആഗ്രഹിക്കൂ. ഈ ഭൂമിയിൽ കുറച്ച് സമയം എനിക്കുള്ളൂ എന്നു. ആ സമയത്ത് എനിക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും അസറ്റ് ആവണം ഞാൻ എന്ന് ധരിച്ചാൽ, ആ തീരുമാനം എടുത്താൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കമ്പനിയിലാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടത്. അതിനൊരു സമയം കളയരുത്. സമയം എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്പം നമ്മൾ മോർണിംഗ് മീറ്റ് ആണെങ്കിലും ഏത് മീറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ പ്രാധാന്യം അതേപോലെ ടീമിന് അറിയിച്ചു കൊടുക്കുക. ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ആ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. എന്ത് പരിപാടിയാണെങ്കിലും എവിടെ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് പിടിച്ചു നേടുക. ഞാൻ പണ്ട് പറയാറുള്ളൊരു വാക്കുണ്ട്. 1950 കാലഘട്ടത്തിൽ ലോകസുന്ദരി പട്ടം നേടിയ ഊർമിള പറഞ്ഞ വാക്ക്. നമ്മൾ തീരുമാനമെടുക്കണം. അത് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും 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 ചോദിക്കണം. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ചോദിക്കണം. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിലോ വീണ്ടും ചോദിക്കണേ. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ പിടിച്ചു നേടണം. ലോകവും സമൂഹവും മറ്റുള്ളവരെ വിചാരമാണ് നമ്മളെ ഏറ്റവും വലിയ വിചാരം. മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ. നിങ്ങൾ വിചാരിച്ച് കുത്തിരിക്കാനല്ലാണ്ട് എനിക്കെന്ത് പ്രശ്നം. നിങ്ങൾ എന്ത് അയൽവാസിയായാലും ബന്ധുവായാലും സുഹൃത്തായാലും എന്ത് വേണേൽ വിചാരിച്ചോട്ടെ. അതിന് നമുക്ക് തടസ്സമല്ല. നമ്മളെ വിജയമാണ് പ്രധാന ഘടകം. അതിന് ഞങ്ങളും മൈ ലൈഫും റെഡിയാണ്. നിങ്ങൾ റെഡിയാവണമെന്ന് മാത്രമാണ് എനിക്ക് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്. അതിന് ഞങ്ങൾ റെഡിയാണ്. AIG ഓർഗനൈസേഷൻ റെഡിയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ ചങ്കൂറ്റമുള്ള ലീഡേഴ്സും ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ കരീം സാറും സജി സാറും ഒരുപാട് ലീഡേഴ്സ് എല്ലാവരും ഞാൻ കാണുന്നില്ല ഇതിൽ. അപ്പം എല്ലാവരും നമുക്ക് ഒരുമിച്ച് പങ്കാളിയായിട്ട് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയട്ടെ. അതിനെന്നെ ക്ഷണിച്ച എല്ലാ ലീഡേഴ്സും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോകും, സമയം പോകുന്ന അറിയില്ല. അപ്പം ഓക്കെ, താങ്ക് യു എല്ലാവരും.